മാത്സ് വെച്ചിട്ടോ ഫുൾ സ്ക്രീൻ. ഹലോ പ്രിയപ്പെട്ട മക്കളെ, കട്ടക്കാടന്റെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ഉഷാറാവട്ടെ. എവിടെ മക്കളെ നിങ്ങള്? കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ പ്രിയരെ, പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കമന്റ് ബോക്സ് ഇങ്ങനെ കുത്തി നിറച്ചൊക്കെയല്ലായിരുന്നോ? ഐ ആം വെയിറ്റിംഗ് ഫോർ യു. നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. അതെ, ഓരോരുത്തർ കയറി വരുന്നുണ്ട്. ഷഹാന, ഹാഷിം, വരട്ടെ വരട്ടെ. മിൻഹ ഫാത്തിമ G11, ദിൽന KK G12, സനാ ഷെറിൻ G11, വരട്ടെ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്ക്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്ക്. മേരിയെ സ്നേഹിച്ച ലൂയിസിന്റെ കഥയുമായിട്ട് കട്ടക്കാരൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു പ്രിയരെ. മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കും. നമുക്ക് അടിപൊളിയാക്കണം. ഇന്നത്തെ ക്ലാസ് സെറ്റാക്കി എടുക്കണം. അടിപൊളി ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് ഇത്ര രസകരമായിട്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ അങ്ങനെ വാവ് വാവ് ആ ഒരു ഫീലിങ്ങോട് കൂടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കണം അല്ലെ. ലുബാബ, നഷ G11 ഭയങ്കര പവർ അടിക്കണ്ടല്ലോ. അഫ്ന ഷെറിൻ G13, G1 ഒന്നുമില്ല മക്കളെ. ബോയ്സ് എവിടെ നിങ്ങള്? എവിടെ മക്കളെ? G1, G2, G3, G14, G16 ഒന്നും കാണാനില്ലല്ലോ. G12 ഫാത്തിമ സജ, ഹസൻ G16, റിഫാസ് G30, നഷ G13 അല്ലെ, ഷഹബാസ് G1, സഹൽ G2, G2 ഒക്കെ വരുന്നുണ്ട്. റമീസ് റമീസ് എത്തിയല്ലോ. റമീസ സുഖല്ലേ? നഷ PT, നഷ നമ്മള് പറഞ്ഞു. ഹന്ന G15, റിഫ G13, ദിന ഷാജ് അല്ലെ G12, G13, G14, യെസ് ഷഹബാസ് എത്തി G12. ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടൊക്കെ എഴുതി വിട്ടോ. നമ്മുടെ വിന്നറെ പ്രഖ്യാപിച്ചിരുന്നു. ചെറിയൊരു തുക, പക്ഷെ അത് ചെറുതാണെങ്കിലും അതൊരു സമ്മാനമായിട്ട് നിങ്ങൾ കാണാം. അതൊരു വലിയ തുകയാണ് ശരിക്കും. നമ്മുടെ ഒരു കാര്യത്തിലുള്ള അപ്രൂവൽ ആണ്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ക്യാഷ് പ്രൈസ്, ഒരു ചെറിയ ക്യാഷ് പ്രൈസ് എജ്മിയുടെ വക, നല്ല നോട്ട് എഴുതുന്ന, ഭംഗിയായിട്ട് നോട്ട് എഴുതുന്ന, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നോട്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വിന്നറെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ട്. നമുക്ക് ഏതായാലും ഇന്നത്തെ വിന്നറെ കാത്തിരുന്ന് കാണാം. അപ്പോ കട്ടക്കാടിന്റെ നോട്ടൊക്കെ നന്നായിട്ട് എഴുതിക്കോ. നാളെ സ്കൂൾ ഒഴിവല്ലേ മക്കളെ? നാളത്തെ അവസ്ഥ എന്താ? സ്കൂൾ ഒഴിവല്ലേ? സ്കൂളുണ്ടോ നാളെ? ഉണ്ടോ? നാളെ സ്കൂളിലല്ലേ? കർക്കിടകമാവല്ലേ? ഒഴിവല്ലേ? അപ്പൊ നന്നായിട്ട് നോട്ടൊക്കെ എഴുതിക്കോ. നമുക്ക് തുടങ്ങല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ് 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 നമ്മൾ തുടങ്ങാണ് മക്കളെ. ഹിസ്റ്ററി യൂണിറ്റ് 2. എന്താ യൂണിറ്റ് 2ന്റെ പേരെന്താ? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. മലയാളത്തിലേക്ക് പോകുമ്പോ എന്താ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 3 സാ വെച്ചിട്ടുള്ള പേരുകളല്ലേ. സാ നമ്മളെ ജലജ എന്നൊക്കെ പറയണവര് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ജ അല്ലെ. ജലജ, ജലജ അങ്ങല്ലേ പറയാം നമ്മള്. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ജലജ, ജലജ കണ്ടല്ലേ. അതേപോലെ സാ 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 വെച്ചിട്ടുള്ള കളികളാ. സരിഗമ പതിനിസ, സരിഗമ പതിനിസ, സരിഗമ പതിനിസ. മക്കളെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അർത്ഥമൊക്കെ മനസ്സിലാക്കി ശരിക്കും വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കണം. ഹിസ്റ്ററിയിലേക്ക്, ഹിസ്റ്ററിയുടെ ക്ലാസ്സിലേക്ക് എല്ലാ മക്കളെയും വൺസ് അഗൈൻ സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ യുവർ ഓൺ ഷഫീഖ് കട്ടക്കാടൻ. യെസ് കട്ടക്കാടൻ നിങ്ങളോടുമായി സംസാരിക്കുന്നു. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ? റെഡിയല്ലേ? കേൾക്കാൻ റെഡിയല്ലേ? എത്ര പേർക്ക് വീട്ടില് സ്വാതന്ത്ര്യം സ്വന്തമായിട്ടുണ്ട്? വീട്ടിൽ ഭയങ്കര ഫ്രീഡാണ് എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടോ? ഫ്രീഡം ഉണ്ടോ? ടോയ്ലറ്റിൽ പോകാൻ ഒരു പക്ഷെ ഉമ്മാനോട് ചോദിക്കണം എന്നുണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ പിന്നെ കിടന്നിറങ്ങാൻ അച്ഛനോട് ചോദിക്കണം എന്നുണ്ടാവില്ല. പക്ഷെ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചക്കര പഞ്ചാര അടിക്കണം, ആ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടോ അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഉണ്ടോ അല്ലേ? പറയടോ. ഉണ്ടോ? ഇല്ല, ഫ്രീഡം ഇല്ല. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടോ മക്കളെ? ഇല്ല അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം എന്നൊക്കെ ഒരു വീട്ടിൽ പറയും. അതൊക്കെ ലിമിറ്റഡ് ആണോ? ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കാൻ, ആ ഫ്രീഡം ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഫ്രീഡം ഇല്ല.
സമത്വം. രണ്ടാമത്തെ ഒരു വേർഡ് കണ്ടോ, സമത്വം. ഇത് നമ്മുടെ ടോപ്പിക് ഇതുമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യത്തിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞ് പഠിച്ചു പോവല്ല നമ്മൾ ചെയ്യുന്നത്. ഫ്രഞ്ച് വിപ്ലവമാണ് നമ്മുടെ ടോപ്പിക്കിന്റെ അകക്കാമ്പിട്ട ഉള്ളിൽ കിടക്കുന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. അതിലേക്ക് നമ്മൾ വരും. സമത്വം നോക്ക് നിങ്ങൾ, അല്ലെ, ഈക്വാലിറ്റി. നിങ്ങളെ വീട്ടില് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണോ ഫുഡ് കിട്ടുന്നത്? എല്ലാവർക്കും നിങ്ങളെ ചേച്ചിക്ക് കിട്ടുന്ന, നിങ്ങളെ സിസ്റ്റർ കിട്ടുന്ന അതേ ഫുഡാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? സെയിം ഫുഡാണോ? അപ്പൊ നിങ്ങൾക്ക് സമത്വം ഉണ്ട്, അല്ലെ? അതാണ് സമത്വം. സിമ്പിൾ. അവർക്ക് കിട്ടുന്ന അതേപോലെ നിങ്ങളെ ചേച്ചിക്ക് അല്ലെങ്കിൽ നിങ്ങളെ അനിയന്, നിങ്ങളെ അനിയത്തിക്ക് കിട്ടുന്ന അതേപോലെ ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രം ഇതൊക്കെ വീട്ടുകാർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ സമത്വം ഉണ്ട്. ഇനി സാഹോദര്യം. വീട്ടിൽ അടി കൂടാറുണ്ടോ? ഞാൻ ചോദിച്ച സിബ്ലിംഗ് ഫൈറ്റ് അല്ല കേട്ടോ, സിബ്ലിംഗ് ഫൈറ്റ് അല്ല. എന്ത് സിബ്ലിംഗ് ഫൈറ്റ്? സിബ്ലിംഗ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ തമ്മിൽ അടിപിടി കൂടുക, അതാണ് സിബ്ലിംഗ് ഫൈറ്റ്. പക്ഷെ അതല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടോ? നന്നായിട്ട് സ്നേഹമുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ചില വാക്കുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെ? എന്താ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന വേർഡ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. എങ്ങനെ ഈ വേർഡ് വന്നു, എങ്ങനെയാണ് ഈ വേർഡ് ഉണ്ടായത്, പിന്നെന്താ പറയാ, ഏത് രാജ്യത്താണ് ഇത് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. റെഡിയല്ലേ? റെഡിയല്ലേ മക്കളെ? കടന്നു വാ ചാപ്റ്ററിലേക്ക് കിടക്കാണ്. എല്ലാവരും ആയടിക്കും. നോക്ക് നിങ്ങൾ, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആരാ? Who is this in this photo? ഈ ഫോട്ടോയിൽ കാണുന്ന ആരാ? ഒന്ന് കമന്റ് ചെയ്തേ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഫോട്ടോയിൽ കാണുന്ന ആരാ? ഒന്ന് കമന്റ് ചെയ്യേ മക്കളെ. കമന്റ് ചെയ്. ഈ ഫോട്ടോയിൽ കാണുന്ന ആരാ? കമന്റ് ചെയ്തോ. യെസ്, വരട്ടെ. അറിയില്ല. റഫ്ന പറയാ അറിയില്ല. അറിയാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലെ? അറിയില്ല. ഷഹബാസ് പറയാണ്, സാറെന്താ എന്റെ ഫോട്ടോ എടുത്താണ്ട് കൊടുന്നു വെച്ചിരുന്നുള്ളത്? ഷഹബാസ്, ഇത് എന്റെ ഫോട്ടോ അല്ല. ഹാപ്പി ലൈഫ് പറഞ്ഞു സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ആണെന്നുള്ളത്. സൗത്ത് കൊറിയൻ പ്രസിഡന്റ് അല്ല. അതെ, ഹാഷിം ഉത്തരം പറഞ്ഞു അല്ലെ. കിം ജോങ് ഉൻ ആണ്. കിം ജോങ് ഉൻ എന്ന് പറയുന്ന നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആണ്. നോർത്ത് കൊറിയയുടെ തലവനാണ് ഇത്, അല്ലെ? നോർത്ത് കൊറിയയുടെ ആളാണ്. നോർത്ത് കൊറിയയുടെ തലവനാണ് ഈ കാണുന്ന ആള്, അല്ലെ? യെസ് ഓർ നോ? യെസ്. എന്ത് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ കാരണം, മക്കളെ, നോർത്ത് കൊറിയ നമ്മളൊക്കെ കേട്ടതുപോലെ ഒരുപാട് വിചിത്രമായ നിയമങ്ങളുണ്ട്. നിങ്ങൾ ഒരു നോർത്ത് കൊറിയൻ പൗരനാണെങ്കിൽ ഒരു അന്താരാഷ്ട്ര അഥവാ ഒരു ഇന്ത്യക്കാരൻ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വധശിക്ഷ വരെ കിട്ടും. ഇന്ത്യൻ സിനിമ കണ്ടാൽ നിങ്ങൾ ജയിലില്ല. ഇന്ത്യ മാത്രല്ല കേട്ടോ, അമേരിക്കൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തലവെട്ടും. അവിടെ എത്ര ഹെയർ സ്റ്റൈൽ ഉണ്ട് അറിയോ നിങ്ങൾക്ക് മക്കളെ? എത്ര ഹെയർ സ്റ്റൈൽ ഉണ്ട് അറിയോ? നോർത്ത് കൊറിയയിൽ ഒരു ഹെയർ സ്റ്റൈൽ കേട്ടോ, കുറെ ആൾക്കാർ ഒരു ഹെയർ സ്റ്റൈലും 27 ഹെയർ സ്റ്റൈൽ. അത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഹെയർ സ്റ്റൈലേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെയൊക്കെ കുട്ടികളെ ഫ്രീഡം എന്താ അല്ലെ? മെസ്സി കട്ട് വേണോ, നെയ്മർ കട്ട് വേണോ, എംബാപ്പ വേണോ, അല്ലെ? എംബാപ്പ കട്ടൊക്കെ അടിച്ചാൽ മുടൊന്നും ഉണ്ടാവില്ല, കണ്ട ഒരു ഗുണ്ടാണോ വാച്ചിക്കാർ. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് നോക്ക് നിങ്ങള് മക്കളെ. പിന്നെ യെസ്, നോക്ക്, നോർത്ത് കൊറിയയിൽ ഒരുപാട് വിചിത്ര ആചാരങ്ങളുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ കണ്ട നിങ്ങള്. ഈ ഫോട്ടോയില് കുറെ സ്ത്രീകൾ കരയുന്നുണ്ട്. ശരിക്കും അതൊരു കരച്ചിലല്ല, അല്ലെ? ശരിക്കും അവർ കരയല്ല, കുറെ ആൾക്കാർ ചിരിക്കുകയാണ്. അവിടെ പിന്നെ നോർത്ത് കൊറിയൻ പ്രസിഡന്റിന്റെ കുടുംബക്കാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കരയൽ നിർബന്ധ. കരഞ്ഞില്ലെങ്കിൽ ചിലപ്പോ തലയൊക്കെ പോകും. വെട്ടി അങ്ങോട്ട് എടുക്കും. തല ചിലപ്പോ വെട്ടി അങ്ങോട്ട് എടുക്കും. രാജാവ് കരയാൻ പറഞ്ഞാൽ കരഞ്ഞോളണം, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിച്ചോളണം. ഇതാണ് നോർത്ത് കൊറിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മക്കളെ, ചോദിക്കട്ടെ. നോക്ക് നിങ്ങൾ, ഈ നോർത്ത് കൊറിയ രാജാവിന്റെ ഈ ഭരണം ഉണ്ടല്ലോ, ഈ ഭരണത്തെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക? എന്ത് വിളിക്കാൻ പറ്റും ഈ രീതിയിലുള്ള ഭരണം? ഒന്ന് പറഞ്ഞ് എന്ത് വിളിക്കാൻ പറ്റും നമുക്ക്? ഈ രീതിയിലുള്ള രാജാവിന്റെ ഭരണത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ്, കമന്റ് ബോക്സിൽ നോർത്ത് കൊറിയയെ പറ്റി കേട്ടിട്ട് കുറെ ആൾക്കാർ കരയുണ്ട്, അല്ലെ? നമ്മളൊക്കെ ഒരു ഭാഗ്യം. അവിടെ ഇന്റർനെറ്റ് പോലില്ല. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ കൺട്രോൾ ചെയ്യും. അങ്ങനെയാണ് അവിടെ നോർത്ത് കൊറിയന്റെ അവസ്ഥ. അതുപോലെ തന്നെ ആണിനും പെണ്ണിനൊക്കെ പട്ടാള സേവനം നിർബന്ധം. നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഷാബാസിനോടൊക്കെ പറഞ്ഞ അല്ലെ, കരഞ്ഞ് ആകെ മെഴുകും ഷാബാസ്, അല്ലെ? റമീസിനൊക്കെ പട്ടാള സേവനം കൊടുത്തൊക്കെ കാണാം റമീസിന്റെ ഒക്കെ അവസ്ഥ. ഇവിടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് ചളവള പറഞ്ഞിട്ട് മറ്റേ തീവണ്ടി പോണ ചക്ക. ഈ പരിപാടി നടക്കൂല.
പട്ടാളാണ് അല്ലെ, അങ്ങോട്ട് വെച്ച അങ്ങോട്ടും കിട്ടും, വെടിയാണ് വരുന്നത് അല്ലെ, നല്ല വെപ്പലേരാവേണ്ടി വരും. അപ്പൊ പറഞ്ഞു വരുന്നത്, നോക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു, ഇങ്ങനെ ഭരിക്കുന്നതിന്റെ പേരെന്താ? സ്വച്ഛാധിപത്യം എന്നാണ് പറയാ. സ്വച്ഛാധിപത്യം അല്ലെ, ഇംഗ്ലീഷിലും ആണെങ്കിൽ അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറയാം. സ്വച്ഛാധിപത്യം, സ്വന്തം ഇഷ്ടത്തിന് എന്ത് ചെയ്യാ, അങ്ങോട്ട് ഭരിക്കന്നെ, തോന്നിയ നിയമം നടപ്പിലാക്കുക. എന്താണോ അവനാണ് തോന്നിയത്, എന്താണോ എനിക്ക് തോന്നുന്നത്, അത് ഞാൻ നടപ്പിലാക്കാം. എന്നെ ആരെങ്കിലും എതിർത്തോ അവർ ഇങ്ങനെ മൂന്നെട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒറ്റ അടിക്കുന്നത് തീർക്കും. ഈ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് സ്വച്ഛാധിപതികൾ. നോക്ക് നിങ്ങള്, നമ്മള് ഒരു വലിയ സ്വച്ഛാധിപതിയായിരുന്ന രാജകുടുംബത്തിന്റെ തകർച്ചയെ കുറിച്ചാണ് ഇന്നത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? യെസ് യെസ് യെസ്. നോക്ക് നിങ്ങള്, നിങ്ങളുടെ ഈ ഫോട്ടോയിൽ കാണുന്ന എന്താ? യൂറോപ്പിന്റെ മാപ്പാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര രാജ്യങ്ങൾ നിങ്ങൾ കാണാതെ അറിയാം? യൂറോപ്പിൽ എത്ര രാജ്യങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ഒന്ന് പറയാൻ പറ്റൂ? ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ മക്കളെ? യൂറോപ്പിൽ എത്ര രാജ്യങ്ങളുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രാജ്യങ്ങൾ പോട്ടെ, ഏഷ്യയിലെ രാജ്യങ്ങൾ കുറച്ച് പറയാൻ പറ്റുമോ? ഇന്ത്യ, ചൈന, നേപ്പാൾ, മാൽഡീവ്സ്, ബംഗ്ലാദേശ് അല്ലെ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഇങ്ങനെ രാജ്യങ്ങൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥാനങ്ങൾ അല്ലെ, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെ തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, കണ്ടോ ഇങ്ങനെ കിടക്കും. ഇനി ഗൾഫ് രാജ്യങ്ങളാണ് ഈ സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, ഇങ്ങനെ യമൻ, ഇങ്ങനെ കിടക്കുന്നു. ഇനി ആഫ്രിക്കയിലേക്ക് പോകണമെങ്കിൽ ഒരുപാട്, കോങ്കോ, കെനിയ, സ്വാസിലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, സൗത്ത്, ഇങ്ങനെ കിടക്കുന്ന രാജ്യങ്ങൾ. നമ്മുടെ ചർച്ച ആഫ്രിക്കയിലല്ല, നമ്മുടെ ചർച്ച നോർത്ത് അമേരിക്കയിലല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് യൂറോപ്പ്. യൂറോപ്പിനെ കുറിച്ചാണ് ചർച്ച. യൂറോപ്പിൽ ഉണ്ടായ ഒരു വിപ്ലവത്തെ കുറിച്ചാണ് ചർച്ച. ആ വിപ്ലവത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന 3 വാക്കുകൾ. ആ വാക്കുകൾ ഏതാ? സ്വതന്ത്രം, സമത്വം, സഹോദര്യം. കേട്ടോ, ആ സസസയെ കുറിച്ചാണ്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഈ 3 കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അത് എങ്ങനെ വന്നു, എവിടെ വന്നു, ആര് മൂലമാണ് വന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ചർച്ച നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡിയല്ലേ? യെസ്. നോക്ക് നിങ്ങൾ, യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, പറഞ്ഞോ ഏതൊക്കെ? ജർമ്മനി പറയാം അല്ലെ, ഗ്രീസ് പറയാം, പോളണ്ട് പറയാം, പിന്നെ അതുപോലെ റഷ്യയുടെ 2 ഏഷ്യയിലും യൂറോപ്പിലും കിടക്കുന്നുണ്ട്. പക്ഷെ റഷ്യ നമ്മൾ യൂറോപ്യൻ രാജ്യമായിട്ടാണ് പരിഗണിക്കുക. ഇറ്റലി ഉണ്ട്, സ്പെയിൻ ഉണ്ട്. നമ്മുടെ ചർച്ചാ വിഷയം, അവർ ടോപ്പിക് ഈസ് ഓൾ അബൌട്ട് ഫ്രാൻസിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. റെഡിയല്ല മക്കളെ? യെസ്. ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട്. മിൻഹാജ് ചേളാരി അല്ലെ, അതുപോലെ റഫി, അതുപോലെ തന്നെ ഹന്ന പറയുന്നുണ്ട് കാറ്റ് ലവർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരി. അതെ, പോർച്ചുഗലിനെ കുറിച്ചൊക്കെ പറയല്ലേ, അല്ലെ, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ, ഒരുപാട് മെസ്സി ഫാൻസോ റൊണാൾഡോ ഫാൻസോ ഒക്കെ ഉണ്ടോ? ഒന്നടിച്ചോ മെസ്സി ഫാൻസ്, ഒന്ന് ലൈക്ക് അടിച്ചേ, ഒന്ന് മെസ്സി ഫാൻസ് അടിച്ചേ. അതുപോലെ റൊണാൾഡോ ഫാൻസ് ഒരു 6 അടിച്ചോ, മെസ്സി ഫാൻസ് M അടിച്ചോ, റൊണാൾഡോ ഫാൻസ് 6 അടിച്ചോ. നോക്ക് നിങ്ങൾ, ഫ്രാൻസിൽ ഉണ്ടായിരുന്ന പിന്നെ രാജവംശത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. റെഡിയല്ലേ? അവിടുന്ന് ഉയർന്നു വന്ന വലിയ ആശയമാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അഥവാ സ്വാതന്ത്ര്യം, സമത്വം ആൻഡ് സഹോദര്യം. റെഡിയല്ലേ? നോക്ക് നിങ്ങൾ, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു സ്വച്ഛാധിപതി അല്ലെ. ഇവിടെ ചെറിയൊരു ഇത് കാണാൻ നിങ്ങൾക്ക് ഒരു അരമാർക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയതാണ്. ഫ്രാൻസ് വാസ് റൂൾഡ് അണ്ടർ ആൻ അബ്സല്യൂട്ട് മൊണാർക്കി. നോക്ക് നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫ്രാൻസ് എന്ന് പറഞ്ഞ സ്വച്ഛാധിപതികളായിരുന്നു. സ്വയം ഇഷ്ടപ്രകാരം നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നിനേക്കാളും മാരകമായ സ്വച്ഛാധിപതികളായിരുന്നു. എന്താലേ, കിം ജോങ് ഉന്ന് തോന്നിയത് പോലെ ചെയ്യുന്നു. വേറെ രാജ്യത്തൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോ ഫ്രാൻസിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഫ്രാൻസിലെ രാജാക്കന്മാർ എങ്ങനത്തെ ആയിരുന്നു? സ്വച്ഛാധിപതികളായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പേര് കേൾക്കണ്ടേ മക്കളെ? നെയ്മർ ഫാൻസും മെസ്സി ഫാൻസും ഒക്കെ വരുന്നുണ്ട് കമന്റ് ബോക്സിൽ. പേര് കേൾക്കണ്ട മക്കളെ. അവിടെ ഉണ്ടായിരുന്ന രാജവംശത്തിന്റെ പേരാണ്, എന്താ പേര്? അവിടെ ഉണ്ടായിരുന്ന രാജവംശത്തിന്റെ പേരെന്താ? അതിന്റെ പേരാണ് ബൂർബൻ രാജവംശം. ബൂർബൻ രാജവംശമായിരുന്നു എന്ത് അവിടെ ഉണ്ട്. അപ്പൊ ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജവംശം. ഇതെന്തായി കാണുന്നത്? നമ്മുടെ കയ്യിലുള്ള പൈസയുടെ കളക്ഷൻ അല്ല, ഇറ്റ്സ് നോട്ട് ദ മണി കളക്ഷൻ. നോക്ക് നിങ്ങൾ, ബൂർബൻ രാജവംശത്തിലെ ഓരോ രാജാക്കന്മാരും അവരുടെ പ്രിയപ്പെട്ട പത്നിമാരുടെയൊക്കെ പിക്ചറാണ് യു ക്യാൻ സീ ഇൻ മൈ സ്ക്രീൻ. എന്റെ സ്ക്രീനിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ? അപ്പൊ വലിയ രാജവംശമായിരിക്കും. നോക്കി എത്രയുള്ളതില്ലേ? എണ്ണിയൊക്കെ നമുക്ക് എണ്ണിയല്ലേ? റെഡിയല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ബൂർബൻ എന്ന് പറഞ്ഞ ബൂർബൻ അങ്ങനെ പറയണ്ടോ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞ ബൂർബൻ എന്ന് പറയുന്ന രാജവംശം കാലങ്ങളായിട്ട് ഫ്രാൻസിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന സ്വച്ഛാധിപതികളായ രാജവംശത്തിന്റെ പേരെന്താ മക്കളെ? എന്താണ് പേര്? അതിന്റെ പേരാണ് ബൂർബൻ രാജവംശം. ബൂർബൻ ബൂർബൻ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും നീണ്ടു കിടക്കുന്ന രാജവംശം നോക്ക് നിങ്ങൾ. ഔന്റെ അമ്മേ, വല്ലാത്തയാതി. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? ഫ്രാൻസ് ഭരിച്ച സ്വച്ഛാധിപതികളായിരുന്നു. അവരുടെ രാജകുടുംബത്തിന്റെ പേരെന്താ? അവരുടെ രാജകുടുംബത്തിന്റെ പേര് കട്ടക്കാടെന്നല്ല, അല്ലെങ്കിൽ കാരക്കാടെന്നല്ല. അവരുടെ രാജകുടുംബത്തിന്റെ പേരെന്താ? അവരുടെ രാജകുടുംബത്തിന്റെ പേര് ബൂർബൻ. ഓർത്തിരുന്നോ? നമുക്ക് പോവാം. മുന്നോട്ട് പോലെ മക്കളെ. അവര് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചെന്താ അറിയോ? ഞങ്ങളുടെ രാജാധികാരം ഉണ്ടല്ലോ, ഞങ്ങൾ രാജാവായി, നിങ്ങൾ മനുഷ്യന്മാരാക്കിയതല്ല. ഞങ്ങളായതെങ്ങനെ? ദൈവത്തിനെ കൊണ്ടാണ്. അത് പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കുക. ദൈവമാണ് ഞങ്ങളെ രാജാവാക്കിയത്. അങ്ങനെ സംഭവിക്കോ? ദൈവത്തിന്റെ നിയോഗമാവാ അല്ലെ? അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്താ? ആൾക്കാരെ ചോദ്യം ചെയ്യില്ല. രാജാവ് വളരെ മോശക്കാരനാണെന്ന് പറയുമ്പോ പിന്നെ രാജാവിന്റെ അടുത്ത് പ്രശ്നങ്ങൾ വരുമ്പോ എന്ത് ചെയ്യും? ഇന്ന ആക്കിയത് പഠിച്ചോനെ ജി പേടിച്ചോ, ജി ഇന്നതാക്കാൻ നിൽക്കണ്ട, ഞാൻ എവിടുന്ന് വന്നതാ? ഐ ആം ഫ്രം ഗോഡ് അല്ലെ, ഞാൻ ദൈവത്തിന്ന് വന്നാണ്, എന്നെ വെച്ചതാരാ? ദൈവമാണ്. നമ്മളിവിടെ ഇന്ത്യ രാജ്യത്തൊക്കെ എന്താ പറയാ? ദൈവം വെച്ചാന്ന് പറഞ്ഞാൽ പോയി പണി നോക്കണ അറിയും. കാരണം എന്താ? ജനങ്ങൾ തെരഞ്ഞെടുക്കുകയാണ്, നമ്മൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുകയാണ്. ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോവാ അല്ലെ? നമ്മളെ ഓരോ നാട്ടിലെയും മണ്ഡലത്തിലെ വികസനമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണോ? മണ്ഡലത്തിലൊക്കെ നടക്കുന്ന വികസനം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് മക്കളെ, നോക്ക് നിങ്ങള് പ്രിയപ്പെട്ടവരെ, അവര് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച എന്താ? ദൈവദത്ത അധികാര സിദ്ധാന്തം. എന്താ ഈ ദൈവദത്ത അധികാരം? ഡിവൈൻ റൈറ്റ് തിയറി. എന്താ ഈ ഡിവൈൻ റൈറ്റ് തിയറി? പ്രിയപ്പെട്ടവരെ, രാജാധികാരം ദൈവത്തിന് കിട്ടിയാണ്. ദൈവമാണ് ഞങ്ങളെ നിയമിച്ചത്, അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരണ്ടട്ടോ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച ആൾക്കാരാണ് ആര്? ഫ്രാൻസിലെ ബൂർബൻ രാജവംശം. പക്ഷേ കാലങ്ങളോളം ഒരു ജനതയും ഒരാൾക്കും പറ്റിക്കാനാവില്ല. അത് ഏത് വലിയ കോമാളിയാവട്ടെ, ഏത് വലിയ ഭരണ തമ്പുരാനാവട്ടെ, പൊട്ടിച്ചെറിയും ചങ്ങലകൾ അല്ലെ, പൊട്ടിച്ചെറിയും അല്ലെ. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ വിപ്ലവ പോരാളി ആരായിരുന്നു? വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം മരണപ്പെട്ടു. വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു. പുന്നപ്ര വയലാർ, അന്ന് സ്വാതന്ത്ര്യം കിട്ടി, കേരളം ഉണ്ടായിട്ടില്ല. കേരളം ഉണ്ടാകുന്നതിന് മുന്നേ പുന്നപ്ര വയലാറിൽ നടന്ന സമരത്തിൽ പിന്നെ വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൂടെയൊക്കെയാണ് അദ്ദേഹം വളർന്നു വന്നത്. ഞാൻ ആ ഒരു പ്രത്യയശാസ്ത്രം സപ്പോർട്ട് ചെയ്ത് പറയല കേട്ടോ. അദ്ദേഹത്തെ നമ്മൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ലീവ് കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് അതിനൊക്കെ പോരാളികളൊന്നും ജനിച്ചുകൊണ്ടേയിരിക്കും, അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇവര് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു. അവര് വിശ്വസിപ്പിച്ച ആ തിയറിയുടെ പേരെന്താ? ദൈവദത്ത അധികാര സിദ്ധാന്തം അഥവാ ഡിവൈൻ റൈറ്റ് തിയറി. മുന്നോട്ട് പോലെ റെഡിയല്ലേ? പോവാം അല്ലെ മക്കളെ? മുന്നോട്ട് പോവാ. യെസ്, EMEHSS കൊണ്ടോട്ടിന്ന് കുട്ടികൾ കയറിയിട്ടുണ്ട്. എന്താ സാറേ നിങ്ങളെ മുട്ടക്കാടൻ സാറേ എന്ന് വിളിക്കുന്നത്? അതെ, നമ്മൾ ഭയങ്കര ഫേമസ് ആണ് അല്ലെ, കട്ടക്കാടൻ. പിന്നെന്താ പറയാ, ഏത് മുട്ടകളെയും തട്ടിത്തെറിപ്പിക്കാൻ കഴിയുന്ന കട്ടക്കാടൻ, അതാണ് കട്ടക്കാടൻ. ഓക്കെ, അപ്പോ മക്കൾ നല്ല കമന്റ് അടിക്കുന്നുണ്ട്. താങ്ക് യു. നമ്മൾ മുന്നോട്ട് പോവാ. നോക്ക് നിങ്ങള്, ബൂർബൻ രാജവംശത്തിലെ ഏതാനും ചില രാജാക്കന്മാർ നമ്മുടെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. എല്ലാവരെ കുറിച്ച് പഠിച്ച് സമയം കളയാൻ നമുക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കല്ലേ? റെഡിയല്ലേ മക്കളെ? യെസ്. കമോൺ. കടന്നു വരി. നോക്ക് നിങ്ങള്, ഇതെന്താ ഈ കാണുന്ന എന്താ? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാരും. ഈ കാണുന്ന എന്താ? വാട്ട് ഈസ് ദിസ്? നോക്ക് നിങ്ങള്, ഈ കാണുന്ന എന്താ? ഒന്ന് കമന്റ് ചെയ്തോ. യെസ്, കമന്റ് ചെയ്യണോ മക്കളെ? നിങ്ങളെ കമന്റ് ഒക്കെ എവിടെ? കമന്റ് ചെയ്. യെസ്. കമന്റ് ചെയ്തോ. ഇതെന്താ ഈ കാണുന്നത്? കമന്റ് ചെയ് മക്കളെ. യെസ്. കമന്റ് ചെയ്. നോക്ക്. യെസ്, ഇതെന്താ? ഇതാണ് ബ്രിട്ടനിലെ പാർലമെന്റ്. ഇതെന്താ? ഈ കാണുന്ന എന്താ? വാട്ട് ഈസ് ദിസ്? ഈ കാണുന്ന എന്താ? ഈ കാണുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. ഇവിടേക്ക് എന്താ പരിപാടി? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ അടുക്കളയിൽ എന്താ പരിപാടി? നമ്മുടെ വീടിന്റെ അടുക്കളയിൽ എന്താ മക്കളെ പരിപാടി? അടുക്കളയിൽ എന്താ പരിപാടി? അമ്മമാർക്ക്, ഉമ്മമാർക്ക് അടുക്കളയിൽ എന്താ പരിപാടി? ഇടക്കിടക്ക് നമുക്കും അവിടെ എന്താ ഭക്ഷണം ഉണ്ടാക്കുക, ഫുഡ് ഉണ്ടാക്കുക. അതേപോലെ പാർലമെന്റിൽ എന്താ പരിപാടി? ഇവിടെ എന്താ പരിപാടി? നിയമം നിർമ്മിക്കലാണ് അല്ലെ? അതിനല്ലേ? തോന്നിയ പോലെ നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ രാജ്യത്തിനും പാർലമെന്റ് ഉണ്ട്. പല പേരിൽ അറിയപ്പെടും കേട്ടോ.
ഓരോ രാജ്യത്തിനും പാർലമെന്റ് ഉണ്ട്. അത് പല പേരില്ല. ഇപ്പോ വെസ്റ്റ് മിനിസ്റ്റർ പാർലമെന്റ് എന്നറിയപ്പെടുന്ന എടുത്ത ബ്രിട്ടനിലെ പാർലമെന്റാ. ഇന്ത്യക്ക് പാർലമെന്റ് തന്നെ നമ്മൾ വിളിക്കുക. ഓരോ രാജ്യത്തിനും ഓരോ പാർലമെന്റ് ഉണ്ട് അല്ലെ. അപ്പോ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ ഇവിടെ എന്താ ഉണ്ടാക്കണത്? ഇവിടെ നല്ല എന്താ പറയാ മുട്ട ഫ്രൈ അല്ല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നല്ല ഗോതമ്പിന്റെ മസാല അല്ല, അരിയുണ്ടല്ല, കൊയ്ക്കുണ്ടല്ല, ഒരു ഉണ്ടയല്ല. ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ഇവിടെ ഉണ്ടാക്കുന്ന നിയമമുണ്ടാ അല്ലെ. വെള്ളമുണ്ടാന്നൊക്കെ പറഞ്ഞാല് നിയമമുണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പാർലമെന്റ് എന്തിനുള്ള മക്കളെ പാർലമെന്റ് എന്ന് പറയുന്നത് നിയമം ഉണ്ടാക്കാനാ അല്ലെ. നിയമം ഉണ്ടാക്കാനാ, ഫുഡ് ഉണ്ടാക്കാനല്ല. അപ്പോ അവിടുത്തെ ഫ്രാൻസിലെ പാർലമെന്റിന്റെ പേര് ഓർത്തിരുന്നോ? ഫ്രാൻസിന്റെ പാർലമെന്റ്, ഫ്രാൻസ് ഹാഡ് എ പാർലമെന്റ് കോൾഡ് എസ്റ്റേറ്റ് ജനറൽ. നോക്ക്, അവിടുത്തെ പാർലമെന്റിന്റെ പേരെന്താ? എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു. അവിടുത്തെ പാർലമെന്റിന്റെ പേര് എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു. മറക്കരുത് കേട്ടോ, മറക്കരുതേ. വെസ്റ്റ് മിനിസ്റ്റർ എടുത്തതാ, അത് UK-ത്തതാണ് അല്ലെ, അത് UK-ത്തതാണ്. അതേസമയം ഫ്രാൻസിൽ ഉണ്ടായിരുന്ന പാർലമെന്റിന്റെ പേരെന്താ? എസ്റ്റേറ്റ് ജനറൽ. എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു അവിടുത്തെ. അതിലെന്താ പരിപാടി? അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കല്ല, അല്ലെങ്കിൽ ബുൾസ ഉണ്ടാക്കല്ല, അല്ലെങ്കിൽ കേങ്ങ് പൊരിക്കല്ല അല്ലെ. ചില പെൺകുട്ടികളെ ഭയങ്കര ഹോബിക്കാരം. ഒഴിവ് കിട്ടിയാ കേങ്ങ് പൊരിക്കുക, ഒഴിവ് കിട്ടുന്നു കേങ്ങ് പൊരിക്കുന്നു, ഒഴിവ് കിട്ടുന്നു കേങ്ങ് പൊരിക്കുന്നു, കേങ്ങ് പൊരിക്കിട്ടു ഒഴിവ് കിട്ടുന്നു അല്ലെ. വീക്കെൻഡിലൊക്കെ നമ്മളെ മെയിൻ പരിപാടിയാ കിഴങ്ങറിയില്ലേ. യെസ്, നോക്കൂ മക്കളെ, എസ്റ്റേറ്റ് ജനറൽ എന്നാണ് അതിന്റെ പേര്. എസ്റ്റേറ്റ് ജനറൽ അല്ലെ. എസ്റ്റേറ്റ് ജനറൽ ഫ്രാൻസിന്റെ പാർലമെന്റിന് പറയുന്ന പേരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നോക്ക് നിങ്ങള്, ഫ്രാൻസിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? ബൂർബൻ രാജവംശത്തെ പറ്റി പറഞ്ഞു അല്ലെ. ബൂർബൻ രാജവംശം എന്തായിരുന്നു? അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. അവരെന്ത് ചെയ്തില്ല? നിയമനിർമ്മാണ സഭയായിരുന്നു എസ്റ്റേറ്റ് ജനറൽ. അവര് വിളിച്ചു കൂട്ടലേ ഇല്ല. കണ്ടോ ഫോട്ടോ കണ്ടങ്ങള്? ഇതാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണ സഭ. കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ടോ മക്കളെ? ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നു, സൈഡ് ബൈ സൈഡ് ആയിട്ട് ഇരിക്കുന്നു. കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ചില്ലറ ആൾക്കാരൊന്നുമല്ല, ഇഷ്ടം പോലെ അല്ലെ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണുന്നില്ലേ നിങ്ങള്? യെസ് കാണുന്നില്ലേ? കമന്റ്. അപ്പോ ഇതിന്റെ പേരെന്താ മക്കളെ? ഇതിന്റെ പേരാണ് എസ്റ്റേറ്റ് ജനറൽ. എന്താ പേര്? എസ്റ്റേറ്റ് ജനറൽ. അപ്പോ ഓർത്തിരുന്നോ, ഫ്രാൻസിന്റെ പാർലമെന്റ് എസ്റ്റേറ്റ് ജനറൽ ആണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, ഫ്രാൻസിലെ പാർലമെന്റ്, ആ പാർലമെന്റിന്റെ രാജാവ്, അതിന്റെ തലവന്മാരാരാ? രാജാക്കന്മാരല്ലേ അല്ലേ? ഉറപ്പാണ്. പക്ഷെ ഇവരെന്തേ ഇല്ല, ആ പാർലമെന്റ് വിളിച്ചു ചേർക്കലേ ഇല്ല. അതവിടെ പേരിന് ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ ആൾക്കാരെ വിളിക്കലോ അവരെ വിളിച്ചു ചേർക്കലോ സമ്മേളനം ഉണ്ടാക്കലോ ഒന്നുമില്ല. 1614 മുതൽ അങ്ങോട്ട് ആൾക്കാരെ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ വിളിക്കുന്നത് എപ്പോഴാ? നോക്ക് നിങ്ങൾ, 1789. എത്ര കാലം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്? അപ്പൊ എന്താ സംഭവം? ജനങ്ങളെ വിളിച്ചാൽ ജനങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ എന്താ സംഭവിക്കുക? അവ കൊടുക്കേണ്ടി വരും. നമ്മൾ അധികാരം പോയാലോ? ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചേക്കാണേ. ദൈവം ഞങ്ങൾ അപ്പോയിന്റ് ചെയ്താന്ന് പറഞ്ഞ് പറ്റിച്ചേക്ക. അപ്പൊ ആൾക്കാർ ഈ ക്രൂരതയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പണിയല്ലേ. അപ്പൊ അതിന് വിളിക്കാതിരിക്ക, പേടിച്ചിട്ട് വിളിക്കാതിരിക്ക. എങ്ങനെയുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ഹോംവർക്കൊക്കെ മാഷ്മാര് തന്നാല് നമുക്കൊരു പേടി ഉണ്ടാവും. മാഷായിട്ടെങ്ങാനും പറഞ്ഞു പോയാലോ, മാഷ്ക്കങ്ങനെ ഓർമ്മ വന്നാലോ അല്ലെ. അതേപോലെ മിണ്ടാതെ ഇരിക്കുന്നു രാജാവ്. ജനങ്ങളെങ്ങനെ വിളിച്ചു കൂട്ടിയ പണി പാളൂലേ, പണി പാലും വെള്ളത്തിൽ കിട്ടും അല്ലെ. അപ്പൊ നോക്ക് നിങ്ങൾ മക്കളെ, പറഞ്ഞു വരുന്നത് വെച്ചാൽ ഫ്രാൻസിന്റെ പാർലമെന്റ് നമ്മൾ പറഞ്ഞു. അപ്പോ നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ള രാജാക്കന്മാർ, പ്രധാനമായിട്ടും ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാരെ എല്ലാ രാജാക്കന്മാരും പഠിക്കണ്ട. നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും 3 രാജാക്കന്മാരെ പറ്റിയാണ്. 3 രാജാക്കന്മാർ. അതില് ഒന്ന് ലൂയി 14, ലൂയി 14, ലൂയി 15, ലൂയി 16. കണ്ടോ ഈ 14? കണ്ടോ? യെസ്, ഈ 14, 15, 16 ഈ രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡിയല്ലേ മക്കളെ? ഈ വോയിസ് കേട്ടുന്ന കുട്ടി എല്ലാവരും 14, 15, 16 ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. ഒരു ലൈക്ക് കട്ടക്കാരന്റെ ഒരു ലൈക്ക് ഇട്ടെ. ഒന്നിട്ടെ കമന്റ് ബോക്സിൽ ഒരു ലൈക്ക് വരട്ടെ. ലൈക്ക് ഇല്ലാതെ ഇനി ക്ലാസ് മുന്നോട്ട് പോലെ. ലൈക്ക് ഇട്ടോ. പോന്നോട്ടെ. യെസ് വരട്ടെ. ലൈക്ക് വരട്ടെ മക്കളെ. യെസ് വരുന്നു. ഇടോ ലൈക്ക് ഇടോ. നാളെ നമുക്ക് ക്ലാസ് ഏതാ? നാളെ കെമിസ്ട്രിയാണ്. മറക്കരുത്. നാളെ കെമിസ്ട്രിയാണ്. അപ്പോ പിന്നെ ഇന്നെ പോയിട്ട് എല്ലാവരും പോയിട്ട് നമ്മളെ ചാനലിൽ പോയിട്ട് ഇല്യാസ് സാറിന്റെ കെമിസ്ട്രി നല്ല അടിപൊളി കേണാങ്കാച്ചിയ ക്ലാസ് ആണ്. എല്ലാവരും നമ്മളെ ചാനലിൽ ജസ്റ്റ് ഒന്ന് ആ ലൈവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അവിടെ ഉണ്ടാവും കേട്ടോ. നല്ല എന്താ പറയാ,
അത് ഒന്ന് നോട്ടിഫൈ അടിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ നോക്ക്, ലൂയി 14 15 16 നമ്മൾ പറയുന്നത്. അപ്പോ 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ട, നോക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജാക്കന്മാർ ഇവര് 3 എല്ലാ രാജാക്കന്മാരെ പഠിച്ച് നമ്മൾ ആയുസ് കളയണ്ട. നോക്ക്, ലൂയി 14 ഒരുപാട് കുട്ടികളിലേക്ക് അടിച്ചു. സന്തോഷം. ലൂയി 14 അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബൂർബൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാരാ? ഈ ലൂയി 14 ലൂയി 14 ഏറ്റവും ഫേമസ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട്, ഐ ആം ദ സ്റ്റേറ്റ്. ഞാൻ തന്നെയാണ് രാജ്യം. ഫ്രാൻസ് എന്ന് പറഞ്ഞ ആരാ? അത് ഞാൻ തന്നെ. എന്റെ ഫുൾ ഫിഗർ ഞാൻ കഴിഞ്ഞിട്ടേ പിന്നെ വേറെ എന്തുള്ളൂ. ചില ആൾക്കാരെ ഒരു എന്ത് പറഞ്ഞാലും ഞാൻ, എന്റെ വീട്ടിൽ അതുണ്ട്, എന്റെ വീട്ടിലെ പൂച്ച, എന്റെ വീട്ടിലെ പട്ടി, എന്റെ പർദ്ദ, എന്റെ ഡ്രസ്സ്, എന്റെ യൂണിഫോം, എന്റേത്. എന്താ ഒരു രക്ഷയില്ലാത്ത എന്റേത്, കണ്ടില്ലേ നിങ്ങള്? എന്റേത് എന്ത് പറഞ്ഞാലും എന്റേത്. അതേപോലെ അതിന്റെ അർത്ഥം എന്താ? ഒരു SP ആയിരിക്കും അല്ലെ, സ്വന്തം പുകയറ്റിയാള് അല്ലെ. എജുമിയിലെ ഡിഗ്രി കുട്ടികളൊക്കെ കട്ടക്കാരനെ വിളിക്കല് SP എന്നാണ്. SP എന്നാണ്. അത് സ്വന്തം പുകയറ്റെന്നല്ല, സൂപ്രണ്ട് ഓഫ് എജുമി പോലീസ്. കണ്ടോ, എജുമി പോലീസിന്റെ സൂപ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി വിളിക്കുന്നത് അതൊന്നല്ല കേട്ടോ. ഒരു വിളിക്കുന്നതിനറിയോ? സ്വന്തം പൊങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് SP എന്നുള്ള വിളി അങ്ങനെ, അത് ഇവിടെ അങ്ങനെയൊന്നല്ല. ഇവിടെ SP ഒന്നല്ല. ഇവിടെ എന്താ അറിയോ? ഇവിടെ ഈ രാജാവ് പറഞ്ഞെന്താ, ഞാൻ തീരുമാനിക്കണാണ് രാജ്യം. ഇവിടെ ഒരു നിയമസഭയും വേണ്ട, ഇവിടെ ഒരു MP വേണ്ട, ഒരു MLA വേണ്ട. ഞാൻ എന്താ പറഞ്ഞത് അതാണ് രാജ്യം. ഇത് ഏത് രാജാവ് പറഞ്ഞ ആളാരാ? ലൂയി 14. അപ്പൊ ലൂയി 14 ഡിക്ലെയർ ചെയ്ത കാര്യം എന്താ? ഞാനാണ് രാഷ്ട്രം, ഐ ആം ദ സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞേ നടക്കൂ, ഞാൻ പറഞ്ഞേ ഇവിടെ നടപ്പിലാവുള്ളൂ. ആരെനിക്കെതിരെ ചെയ്തോ എന്തേലും ഒറ്റ വിട്ടും തീർക്കും. കിങ് ജോങ്ങിനൊന്നും ഒന്നുമല്ല, നോർത്ത് കൊറിയ ഒന്നുമല്ല ലൂയി 14 മുന്നിൽ. നോക്ക് നിങ്ങള്, അതുപോലെ ലൂയി 15 സ്വച്ഛാധിപനായിരുന്നു. ലൂയി 16 കാര്യത്തിലേക്ക് വരുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നോക്ക് നിങ്ങൾ, ലൂയി 16 എന്താ ഇവിടെ ഒരു ലവ് ചിഹ്നം? എന്താ ഇപ്പൊ ഒരു ലവ് ചിഹ്നം? എന്താ മക്കളൊരു ലവ് ചിഹ്നം? വാവ്. എത്ര പേർക്ക് ഇത് ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ക്ലാസ്സിൽ നിന്ന്? ഇപ്പത്തെ കാലത്ത് ലവ് ലെറ്റർ ഒന്നും ഇല്ലേ, വാട്സപ്പിലെ ലെറ്റർ ഉള്ളൂ. വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാണും ചെയ്യും. പലതരം ലെറ്ററുകൾ വരലുണ്ട് അല്ലെ. പിന്നെ നീ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, പെട്രോൾ ഇല്ലാത്ത വണ്ടി പോലെയാണ്. ഇങ്ങനത്തെ പല വെറൈറ്റി ലവ് ലെറ്ററുകളും അയക്കണ കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭയങ്കര പഞ്ചായത്ത് കമന്റ് ബോക്സിൽ പഞ്ചാരപാത്രം നടക്കട്ടെ. നോക്ക് മക്കളെ, ലൂയി 16 14 15 പോലെ സ്വച്ഛാധിപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ്, ആ വൈഫിന്റെ പേരാണ് മേരി അന്റോണിയേറ്റ്. നോക്ക്, വൈഫിനോട് കുറച്ച് സ്നേഹം കൂടിയപ്പോ എന്ത് ചെയ്ത് ഇയാള് വൈഫ് ഭരണത്തിലൊക്കെ ഇടപെട്ട്. കുഴപ്പമില്ല, ഭരിച്ചോളൂ, കുഴപ്പമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോ നിങ്ങൾ നോക്കിക്കോളൂ. രാജാവിന്റെ വൈഫായിരുന്ന ആരുടെ? 14 അല്ല, 15 അല്ല, ആരുടെ? 16 രാജാവിന്റെ വൈഫായിരുന്നു മേരി അന്റോണിയേറ്റ്. കണ്ടോ? മേരി അന്റോണിയേറ്റുമായിട്ട് പിന്നെ എന്താ പറയാ, ഭയങ്കര അതിതീവ്രമായ സ്നേഹം കൊണ്ട് മേരി അന്റോണിയേറ്റ് എന്ത് ചെയ്യും? രാജകാര്യങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങി. രാജാവ് അവിടെ കടന്നുറങ്ങുക, പകരാരെ ഭരിക്കാൻ വരുന്ന രാജാവിന്റെ പത്നി. അതൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കും, ഉറപ്പല്ലേ? ആൾക്കാര് പറയാൻ തുടങ്ങി. വല്ലാത്ത യാതി സ്നേഹം തന്നെ. ഏതായാലും മേരി അന്റോണിയേറ്റ് ലൂയിസ് 16 ഭാര്യയായിരുന്നു. അപ്പോ അവരും ഭരണകാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങി. റെഡിയല്ലേ? അപ്പോ നമ്മൾ ഇത്ര പറഞ്ഞു വന്നെന്താ? 3 രാജാക്കന്മാർ, ലൂയി 14, ലൂയി 15, ലൂയി 16. ലൂയി 16 പ്രശസ്തയായ ഭാര്യ ആരാ? മേരി അന്റോണിയേറ്റ്. ഇവര് ഭരണകാര്യങ്ങളിൽ കൂടി ഇടപെടാൻ തുടങ്ങിയപ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാൻ തുടങ്ങി. മക്കളെ റെഡിയല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയും യെസ്. നോക്ക് നിങ്ങള്, യെസ് മനസ്സിലായോ നിങ്ങക്ക്? യെസ് വരുന്നുണ്ട്. യെസ്, വരട്ടെ. നമ്മളിനി പറയാൻ പോകുന്നത് ഇതിന്റെ കൂടെ തന്നെ രാജാവിന്റെ കഥയൊക്കെ പറഞ്ഞു, രാജാവിന്റെ ഭാര്യയുടെ കഥ പറഞ്ഞു അല്ലെ, മറ്റു രാജാവിന്റെ സ്വഭാവമൊക്കെ പറഞ്ഞു. സ്വച്ഛാധിപതിയായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് കഥയാണ്. റെഡിയല്ലേ മക്കളെ? ആരെ ഈ സ്ക്രീനിൽ കാണുന്നത്? ആരെ കാണുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ. ആരാണ് ഈ കാണുന്നത്? ഹു ഇസ് ദിസ്?
ഹു ഈസ് ദിസ്? ഒന്ന് കമന്റ് ചെയ്തോ. ആരാ കാണുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഫേവർ ആയിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ. ചില ആൾക്കാർക്ക് ഫേവർ ആയിരിക്കും, ചിലർക്ക് പോട്ടെ അല്ലേ. ആരാണിത് സ്ക്രീനിൽ കാണുന്ന? ആരാ? അത് സാറിന്റെ പഴയകാല ഫോട്ടോ ആണ് പറയും. പറഞ്ഞോ ആരാടോ? യെസ് നിഷ്ഫ പറഞ്ഞു വേടൻ അല്ലെ. ഫൗസിയ പറഞ്ഞു വേടൻ അല്ലെ. റിഷാൽ അഫ്ലഹ് വേടൻ. യെസ് വേടൻ അല്ലെ. വേടനാന്ന് പറഞ്ഞു. വേടന്റെ പാട്ടുകളൊക്കെ പലരും കേൾക്കുന്നുണ്ടാവും. വേടന്റെ ഈ അടുത്ത് ഭയങ്കര വിവാദമായിരുന്നു. സമൂഹത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെ വേടൻ ഭയങ്കര പാട്ടുപാടിയിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മുത്തങ്ങ സമരത്തിൽ വേടന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എത്ര പേർക്ക് അറിയാം? ഈ പാട്ടൊന്ന് കേട്ടോ നിങ്ങള്. വേടന്റെ കൂടെ പോലെ. യെസ് ഞാൻ എന്തിനാ ഈ പാട്ടിട്ട് അറിയോ? പാട്ടെന്തിനട്ടെ? വേടന്റെ പാട്ടെന്തിനട്ടത്? മുത്തങ്ങ ഫോറസ്റ്റിൽ വെച്ച് നടന്ന പിന്നെ എന്താ പറയാ, പോലീസുകാർ അവിടെ മുത്തങ്ങയിൽ താമസിച്ചിരുന്ന പാവപ്പെട്ട ആളുകളുടെ പേരിൽ നിഷ്കരണം വെടിവെച്ച സംഭവം നിങ്ങൾക്കൊക്കെ അറിയോന്ന് അറിയില്ല. നിങ്ങളെ കുട്ടിക്കാലത്തെ ചിലപ്പോൾ നിങ്ങൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മുത്തങ്ങ ആ പാട്ടാണ് ഈ പാടുന്നത്. വേടനറിയാം. ഞാൻ വേടന്റെ വലിയ നന്മകൾ പറയല്ല. അയാള് ചെയ്യുന്നൊരു കാര്യം, അയാൾ സമൂഹത്തിലുള്ള ജാതി വ്യവസ്ഥ, നമ്മളെ നാട്ടിലുണ്ടായിരുന്ന സംഭവമായിരുന്നു. ബ്രാഹ്മണര്, വൈശ്യര്, ശൂദ്രര് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിൽ നിന്ന് തട്ടാക്കി തിരിച്ചൊക്കെയായിരുന്നു. ഈ ശൂദ്രന്മാരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവര് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അടിമപ്പണി എടുക്കണം. ശൂദ്രൻ അല്ലെങ്കിൽ വൈശ്യൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ബ്രാഹ്മണൻ കണ്ടാൽ, അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യും? അന്ന് രാത്രി ഈ പെണ്ണിനെ വാണായാൽ സെറ്റാക്കണം. എത്ര മോശമായ ആചാരമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അതിന്റെയൊക്കെ ചെറിയ അംശം ഇപ്പോഴും ഉണ്ട്. ജാതി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അയാൾ പാടിയൊരു പാട്ട് ഓർമ്മല്ലേ? ഈ അടുത്ത് പാടിയിരുന്നു അല്ലെ. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണയിൽ ഒരു ഡാഷുമില്ല അല്ലെ. ഈ ആണെങ്കിൽ ഇക്കോ കുഴപ്പമില്ല. ഞാൻ എന്തിനാ പറഞ്ഞറിയോ മക്കളെ? എന്തിനാ പറഞ്ഞറിയോ? ഓരോ നാട്ടിലും ഇതേപോലെ ഓരോ സിസ്റ്റം ഉണ്ടാവും. ഇവിടെ ഇതാണെങ്കിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഫ്രാൻസ് പറഞ്ഞാൽ 3 തട്ടാക്കി തിരിച്ചേക്കുക. ഫ്രാൻസിന്റെ സൊസൈറ്റി 3 തട്ടായിരുന്നു. അവിടുത്തെ ആൾക്കാര്. ഇവിടെ 4-5 തട്ടൊക്കെയായിരുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദർ. ഓരോ രാജ്യത്തോരാ. ജപ്പാനിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫ്യൂഡൽ ഷോഗന്മാർ എന്നിട്ട് ഒരു വലിയ വിഭാഗം, ഒരു മുന്തിയ ആൾക്കാർ, ഒരു വലുത്. നമ്മുടെ നാട്ടിലല്ലേ, നിങ്ങൾ വെളുത്തോല് പാൽച്ചായ കുടിക്കണോല്, നമ്മൾ കറുത്തോല് കട്ടൻ ചായ കുടിക്കണോല് പാവങ്ങള് അല്ലെ. നിങ്ങൾ പൈസക്കാര് വെളുത്തോല് പാൽച്ചായ കുടിക്കണോല്. അതേപോലെ സമാനമായിട്ട് പിന്നെ ഓരോ രാജ്യത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഫ്രാൻസ് 3 തട്ടാക്കിയിട്ടാണ് തിരിച്ചിരുന്നത്. നോക്ക് നിങ്ങള്, ഫ്രാൻസ് 3 തട്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്താ കണ്ടിട്ട് തോന്നുന്നത്? ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് യു ഫീൽ അബൌട്ട് ദിസ് ഫോട്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യടോ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? യെസ് പറഞ്ഞോ. ഒന്ന് കമന്റ് ചെയ്തേ. വരട്ടെ മക്കളെ, വരട്ടെ. ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്കൊരു എന്താ തോന്നുന്നത്? വരട്ടെ. കമന്റ് ബോക്സ് ഫുള്ള് പഞ്ചാരപാത്രം കേട്ടോ. പഞ്ചാരപാത്രം നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം, ഇപ്പൊ ഒഴിക്കല്ലേ. നോക്ക് നിങ്ങള് ഈ കമന്റ് ബോക്സിലൂടെ യെസ് നോക്ക് നിങ്ങള്. സോറി, ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? നോക്ക്, ഇവിടെ കാണുന്നത് എന്താ? വാട്ട് യു ക്യാൻ സീ. പറഞ്ഞോ. ഒന്നും തോന്നുന്നില്ലേ? ഇതൊരു നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദിനെ പോലെ തോന്നുന്നുണ്ടോ? എന്തോ ഒരു പുസ്തകമൊക്കെ പിടിച്ചിരിക്കുന്ന തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. അതേസമയം ഇവിടെ ഇതാരാ നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് കണ്ടിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടീം അല്ലെ. അത് നമുക്ക് ഫ്രാൻസിലെ സൊസൈറ്റിയെ 3 ആക്കിയിട്ട് തരംതിരിക്കാം. റെഡിയല്ലേ മക്കളെ? നോക്ക് നിങ്ങള്. ഒന്നാമത്താണ് ക്ലേർജി എന്ന് പറയുന്നത്. അതിനെ വിളിച്ചിരുന്ന പേരാണ് ഫസ്റ്റ് എസ്റ്റേറ്റ്. അത് പുരോഹിതന്മാരെന്നാണ് അതിന് മലയാളത്തിൽ പറയാ. 1ാം എസ്റ്റേറ്റ് അല്ലെങ്കിൽ പുരോഹിതന്മാർ. 1ാമത്തെ തട്ട്. നമ്മൾ ബ്രാഹ്മണർ എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ മുകളിൽ വെക്കാൻ പറ്റുന്ന തട്ട്. 1ാമത്തെ തട്ട് എന്താ? പുരോഹിതർ. കണ്ടോ? പുരോഹിതന്മാരെന്ന് പറയുമ്പോ എങ്ങനെ ഉണ്ടാവുക? നമ്മളെ നാട്ടിൽ ഉസ്താദ്, സന്യാസി, പള്ളിയിൽ അച്ഛൻ, ഇവരൊക്കെയാണ് പുരോഹിതന്മാര്. അതേപോലെ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന പള്ളിക്കൽ ഉസ്താമാരായിരുന്നു, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനായിരുന്നു, അല്ലെങ്കിൽ മഠത്തിലെ സന്യാസിയായിരുന്നു, അമ്പലത്തിലെ സന്യാസിയായിരുന്നു. ആര്? ക്ലേർജി അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയുന്നത്. ഇവരായിരുന്നു ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നത്. ഇനി ആരൊക്കെ ഉസ്താമാരെ പേരൊക്കെ പറയുന്നത്? സക്കീർ ഉസ്താദ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ സന്യാസിന്റെ പേരും കൂടി വരട്ടെ. നോക്ക്, 2ാമത്തെ കാറ്റഗറി ആരാ? പ്രഭുക്കളാണ്. അതിന്റെ ഇംഗ്ലീഷാണ് നോബിൾസ്.
എസ്റ്റേറ്റ് ടു നോബിൾസ്. നോബിൾസ് എന്ന് പറയുന്നത് പ്രഭുക്കൾ. നോബിൾസ് എന്ന് പറയുന്നത് എന്താ? പ്രഭുക്കൾ, അഥവാ നല്ല ഭൂമിയൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അവർക്ക് ഭരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നത്. രാജ്യത്തിന്റെ മൊത്തം ഭരണകാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള നല്ല സാമ്പത്തികമുള്ള ടീം, അവർക്കാണ് 2ാം സ്ഥാനം. അപ്പോ ആദ്യം ഒരു ക്ലർജി, രണ്ടാമത്തെ നോബിൾസ്. ഇത് കഴിഞ്ഞിട്ട് ആർക്ക് സ്ഥാനമുള്ളൂ? സാധാരണക്കാരന് സ്ഥാനമുള്ളൂ. സാധാരണക്കാരൻ പുറത്ത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം. നോക്ക്, നിങ്ങൾ ഫ്രാൻസിലെ സമൂഹത്തെ തിരിച്ചിരുന്നു. നിങ്ങളെ വീട്ടിലൊരു കല്യാണം ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ? ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഫുഡ് കൊടുക്കാർക്കാം? പള്ളിയിൽ ഉസ്താദിനാണോ, സന്യാസിക്കാണോ? അല്ല, പള്ളിയിൽ സന്യാസി വന്നിട്ടുണ്ട്, നാട്ടുകാർ വന്നിട്ടുണ്ട്, പിന്നെ എന്താ പറയാ കുറച്ച് പൈസക്കാർ, ആദ്യം കൊടുക്കുക. ആദ്യം പള്ളിയിൽ ഉസ്താദായിരിക്കും, അല്ലെങ്കിൽ ആദ്യം സന്യാസി ആയിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനായിരിക്കും. ഉറപ്പല്ലേ? ഓനെ കെട്ടി ഇരുത്തും നമ്മൾ അല്ലെ? വരി വായോ ഓനെടുത്തും അല്ലെ? അവർക്കാണ് 1ാം സ്ഥാനം. പുരോഹിതൻ, മറക്കരുത്. കല്യാണ പാർട്ടി ഓർത്തോ? പുരോഹിതൻ അല്ലെ? രണ്ടാമത്തെ ആരാ? പ്രഭുക്കളാ. ഉറപ്പല്ലേ? കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള പുറത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാ? പൊതുവെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ, സാധാരണ പുറത്തുള്ള ആൾക്കാരുണ്ടോ? വീട്ടിലുള്ള ആൾക്കാർ. അപ്പൊ മൂന്നാമത്തെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ കോമൺ പീപ്പിൾ എന്ന് ആലോചിച്ചാൽ മതി അല്ലെ? പണ്ട് പിന്നെ നമ്പൂതിരി എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ ഉണ്ടായ സംഭവമാണ്. പല ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. നമ്പൂരിന്റെ വീട്ടിൽ കല്യാണം പരിപാടി ഉണ്ടായപ്പോ എന്ത് ചെയ്ത്? നമ്പൂരി ആൾക്കാരെ വിളിച്ചു, എല്ലാവരും വന്നിരിക്കുകയാണ്. അതിനിടയിൽ എന്ത് ചെയ്തു? നമ്പൂരി ആദ്യം ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കിഴക്കേമന വരുക, ഭക്ഷണം കഴിച്ചോളുക. അപ്പൊ കിഴക്കേമന വന്നു, ഭക്ഷണം കഴിച്ചു പോയി. ആൾക്കാർ ഇങ്ങനെ നോക്കിക്ക, സാധാരണക്കാര്. അപ്പൊ അടുത്ത ട്രിപ്പിലെങ്കിലും വിളിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വടക്കേമന വന്നോളുക, ഭക്ഷണം കഴിച്ചോളുക. ആൾക്കാർ മൂച്ചില്ലേ? അപ്പൊ എന്നാ നീ പോട്ടെ, 3ാമത്തെ ട്രിപ്പില് അപ്പൊ നോക്കുമ്പോ തെക്കേമന വരിക, ഭക്ഷണം കഴിച്ചോളുക, പൊക്കോളാ. ഇങ്ങനെ മനകളൊക്കെ വിളിച്ച് ലാസ്റ്റ് നാട്ടുകാർ പാവങ്ങള് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ ഇല്ലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചെന്തോ കിട്ടി, അത് കഴിച്ച് ആകെ ബുദ്ധിമുട്ടിപ്പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? നല്ല തീപിടുത്തം, മന കത്തിയപ്പോ നമ്പൂരി അച്ഛൻ മുന്നിൽ വന്നിട്ട് എന്ത് ചെയ്തു? അയ്യോ ഓടി വരണേ ഒക്കെ പറഞ്ഞിട്ട് കൂക്കി വിളിച്ചില്ലേ? ആൾക്കാർ നാട്ടുകാർ വന്നിട്ട് എന്ത് പറഞ്ഞു? കിഴക്കേമന വരിക, തീ കെടുത്തിക്കോളുക. നമ്പൂരി അങ്ങനെ പറയല്ലേ? അപ്പൊ അങ്ങനെ പറയല്ലാട്ടോ, അങ്ങനെ പറയല്ല പറഞ്ഞു. അപ്പൊ തിരിച്ച് വടക്കേമന വരിക, തീ കെടുത്തിക്കോളുക. വീണ്ടും നമ്പൂരി. അപ്പൊ തെക്കേമന വരിക, തീ കെടുത്തിക്കോളുക. ലാസ്റ്റ് നാട്ടുകാർ കെടുത്തി കൊടുത്തിട്ടോ. നാട്ടുകാരെ നമ്മൾ തെറ്റിക്കരുത്. നമ്മളെ നാട്ടുകാർ നമുക്ക് ജീവിക്കാൻ തരുന്ന എന്താ പറയാ നമ്മുടെ ശക്തിയാണ് നമ്മുടെ നാട്ടുകാർ. ഒരു നാട്ടുകാരനെയും വിദ്വേഷത്തോടെ നമ്മൾ കാണുക, എല്ലാവരെയും സ്നേഹിക്കണം. ഓക്കെ മക്കളെ നോക്ക് നിങ്ങള്. യെസ് നോക്ക് നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ ഇതെങ്ങനെ ഇത് ഓർത്തിരിക്കാൻ എങ്ങനെ നോക്ക്. രാവിലെ, എല്ലാ ദിവസവും രാവിലെ ഉണ്ടല്ലോ, രാവിലെ ഞാൻ രാവിലെ ഉറങ്ങുന്ന സമയത്ത് എന്റെ ചെറിയ മോള് വന്നിട്ട് എന്ത് പറയും? അവർക്ക് എണീക്കൂ എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ പറയാൻ എന്താ? സി എന്നാ പറയാ. സി എന്താ സി? നോക്ക്, സി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലർജി. സി കണ്ടോ? സി കോമൺ പീപ്പിൾ. അതിന്റെ ഇടയിൽ ഞാൻ പറയും നോ, എണീക്കും എന്നോട് പറയുമ്പോ എന്നോട് എന്തിനു പറയും? സി അറിയാം. അപ്പൊ ഞാൻ എന്താ പറയാ? നോ എന്ന് പറയും. അപ്പോ നോക്ക്, ഇടയിലല്ലേ നോ പറയണത്. അപ്പൊ ഓർത്തിരുന്നോ, സിന്റെ ഫസ്റ്റ് സി എന്താ? ക്ലർജി. സെക്കൻഡ് സി, ലാസ്റ്റ് സി എന്താ? സീസിന്റെ ലാസ്റ്റ് സി കോമൺ പീപ്പിൾ. അതിന്റെ അടിയിൽ ഞാൻ എന്താ പറയല്? നോ. കണ്ടോ? നോ. എങ്ങനെയുണ്ട് കോഡ്? സി നോ. ഓർത്തിരുന്നോ? അപ്പോ സി നോ എന്താ? ക്ലർജി, നോബിൾസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോമൺ പീപ്പിൾ. അങ്ങനെ പറയാട്ടോ, കോമൺ പീപ്പിൾ. ഓക്കെ, കോമൺ പീപ്പിൾ. സെറ്റാണ്. അപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കോഡ് പറഞ്ഞു കഴിഞ്ഞു. മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾ ഓർത്തിരുന്നോ? വീട്ടിലെ ഫംഗ്ഷൻ അല്ലെ? ആരാതിർത്തിയ? പള്ളിയിൽ അച്ഛനെ, അല്ലെങ്കിൽ സന്യാസിനെ, അല്ലെങ്കിൽ പുരോഹിതനെ. അപ്പൊ പുരോഹിതനാണ് 1ാം എസ്റ്റേറ്റ്. രണ്ടാമത്തെ ആരാ? പിന്നെ അവിടെ കൂടിയുള്ള കുറച്ച് ആൾക്കാർ, പ്രഭുക്കന്മാരും നമുക്ക് അവരെ വിളിക്കാം, പൈസക്കാര്. അതുപോലെ പിന്നെ സാധാരണക്കാര്. അപ്പൊ ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തിരുന്നോ? ഓക്കെ, അത് ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടി കേട്ടോ, വീട്ടുകാരെ വിളിക്കാൻ വേണ്ടിയല്ലേ. നാട്ടുകാരെ അങ്ങനെ വിളിക്കരുതേ, എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ പറയുള്ളത്. അപ്പൊ ഫ്രാൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? സിസിനോ അല്ലെ? സിസിനോ എന്താ? സിസിനോ ക്ലർജി അഥവാ പുരോഹിതർ, നോബിൾസ് അഥവാ പ്രഭുക്കൾ, മൂന്നാമത്തെ എന്താ? കോമൺ പീപ്പിൾ അഥവാ ദ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധാരണക്കാര് അല്ലെ? ഇനി നോക്ക് നിങ്ങള്, ഫ്രാൻസിൽ ഉണ്ടായിരുന്ന കുറച്ച് നികുതികൾ. റെഡി അല്ലേ? സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? യെസ്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? റെഡിയാണോ? ചോദ്യം ചോദിക്കണേ. യെസ് ചോദ്യം ചോദിക്കാണ്. റെഡി അല്ലേ?
ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ എസ്റ്റേറ്റിന്റെ പേരെന്താണ്? ഒന്നാമത്തെ എസ്റ്റേറ്റിന്റെ പേരെന്താണ്? യെസ് യെസ്, ഒന്നാമത്തെ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ എസ്റ്റേറ്റിന്റെ പേരെന്താണ്? ടൈപ്പ് ചെയ്തോ, ടൈപ്പ് ചെയ്യൂ. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ എസ്റ്റേറ്റിന്റെ പേരെന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്തോ. വരട്ടെ. യെസ്, ഒന്നാമത്തെ എസ്റ്റേറ്റിന്റെ പേരെന്താ? ചോദ്യം നമ്പർ 2. 1 കഴിഞ്ഞ 2. ഞാൻ കമന്റ് വായിക്കണ്ടോ? രണ്ടാമത്തെ ഫ്രാൻസിന്റെ രാജകുടുംബം, ഫ്രാൻസ് ഭരിച്ച രാജകുടുംബം അറിയപ്പെട്ട പേരെന്താ? യെസ്, ഈ രണ്ടും ഒന്ന് ആൻസർ ചെയ്തോ. യെസ്, ഉസ്മാൻ അല്ലെ, ഉസ്മാൻ MK. അതുപോലെ സജിദ ക്ലർജി, അജിൻ ക്ലർജി, ഷഫീന ക്ലർജി, റീം ടു BD അല്ലെ ക്ലർജി, റിഫാസ് ക്ലർജി, യെസ്, ഹാഷിം ക്ലർജി, പുരോഹിതർ സഫാഹ് ക്ലർജി, സയാൻ യെസ്, ജുറൈജ് ക്ലർജി, ജംഷീർ നോബിൾസ് അല്ല കേട്ടോ, പുരോഹിതർ യെസ്, സോണു പറയുന്നു പുരോഹിതർ, ഹിദ പറയുന്നു ക്ലർജി, ജുറൈജ് ക്ലർജി, ബുർബാൻ അല്ലെ, ബുർഹാൻ യെസ്, ബൂർബൻ ഡൈനാസ്റ്റി, യെസ്, നൗഫൽ വീട്ടി പറഞ്ഞാണ് ബൂർബൻ ഡൈനാസ്റ്റി അല്ലെ, ബൂർബൻ ഡൈനാസ്റ്റി, യെസ്, ബൂർബൻ. അപ്പോ നോക്ക് നിങ്ങൾ നമ്മൾ പഠിച്ചു ഫ്രാൻസിന്റെ അവസ്ഥ ഇതായിരുന്നു. അതിലെ നോക്ക് നിങ്ങൾ ഏത് രാജാവിന്റെ ഭാര്യയാണ് ഭരണത്തിൽ ഇടപെട്ടത്? അന്റോണി ഭരണത്തിൽ ഇടപെട്ട രാജാവിന്റെ ഭാര്യയുടെ പേരെന്താന്നല്ല ചോദിച്ചത്, ഏത് രാജാവിന്റെ ഭാര്യയാണ്? ഒന്ന് കമന്റ് ചെയ്തോ. യെസ്, കമന്റ് ചെയ്തോ. യെസ്, വരുന്നു അല്ലെ. എന്താണ് ആരുടെ ആയിരുന്നു? യെസ്, ലൂയി 16. ഇനി നോക്ക് നിങ്ങൾ. അപ്പോ സമൂഹത്തിൽ പിന്നെന്താ പറയാ, 3 തട്ടുകളാണ് നമ്മൾ പഠിച്ചു അല്ലെ. 3 തട്ടുകളാന്ന് പറഞ്ഞു. ഇതിലെ മേലത്തെ 2 തട്ടുണ്ടല്ലോ, മുകളിലെ 2 തട്ട് ആരാ? പുരോഹിതർ, നോബിൾസ്, ക്ലർജി നോബിൾസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുരോഹിതർ പ്രഭുക്കൾ എന്ന് പറയുന്നവർ സാധാരണ ജനങ്ങളെ കുറെ കാര്യത്തിൽ ചൂഷണം ചെയ്യണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നായിരുന്നു കോർവി. എന്താ മക്കളെ കോർവി? നോക്ക്, വർഷത്തിൽ 3-4 ദിവസം എന്ത് ചെയ്യണം? അവര് ഒരു പൈസ ഇല്ലാതെ ജോലി എടുക്കണം ഇവരെ വീട്ടിൽ വന്നിട്ട് ജോലി എടുക്കണം. അതാണ് കോർവി എന്ന് പറയുന്ന പരിപാടി. എങ്ങനെയുണ്ട്? സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യണം? വർഷത്തിൽ 3-4 ദിവസം ഇവരുടെ വീടുകളിൽ വന്നിട്ട് ജോലി എടുക്കുന്ന പരിപാടിക്കാണ് എന്ത് പറയാ? കോർവി എന്ന് പറയാം. സെറ്റല്ലേ? അതാണ് കോർവി എന്ന് പറയുന്നത്. യെസ്, നോക്ക്. അപ്പൊ കോർവി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വർഷത്തിൽ സാധാരണക്കാര് പ്രഭുക്കന്മാരുടെയും അതുപോലെ തന്നെ പുരോഹിതന്മാരുടെയും വീടുകളിൽ അവരുടെ തൊഴിലിടങ്ങൾ, അവർക്ക് ഒരുപാട് സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം പിന്നെ ഫ്രാൻസിൽ നിന്ന് വിളിച്ചിരുന്ന പേര് മാനർ എന്നാണ്. ഈ മാനറിലൊക്കെ പോയിട്ട് എന്ത് പണിയെടുക്കുക. അപ്പൊ ശമ്പളം കൊടുക്കൂല. ശമ്പളമില്ല, വിത്തൗട്ട് സാലറി. നിങ്ങൾ റെഡിയാവോ? ഒരിക്കലുമില്ല. ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യാൻ നമ്മൾ ആരും റെഡിയാവില്ല. സാലറി ഈസ് ഇമ്പോർട്ടന്റ്. അപ്പോ കോർവി എന്ന് പറയുന്നത് എന്തായിരുന്നു? കോർവി അല്ലെ. അപ്പൊ നോക്ക്, ഇതെങ്ങനെ ഓർത്തിരിക്കുക? കോർവി കേറി വാ അല്ലെ, കേറി വന്നിട്ട് എന്ത് ചെയ്യാ? കേറി വന്നിട്ട് പണിയെടുക്കാൻ പറയാം. കേറി വാ എന്ന് ഇവര് വിളിക്കാണ് സാധാരണക്കാരായ ജനങ്ങളെ. കേറി വാ കോർവി. കണ്ടോ? അപ്പൊ കോർവി എന്ന് കേട്ടാൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒരേ പദാണ്. 3-4 3 to 4 days വിത്തൗട്ട് സാലറി വർക്കിംഗ്. അതിനാണ് എന്താ പറയാ? കോർവി എന്ന് പറയാം. അപ്പൊ ഇവരെ വന്നിട്ട് വിളിച്ചുകൊണ്ട് വേണം കേറി വാ ഫ്രീ ആയിട്ട് പണിയെടുക്കാൻ അല്ലെ. അപ്പൊ അതാണ് കോർവി എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത നികുതിയിലേക്ക് പോവാം. നോക്ക്, ബനാലിറ്റി. നോക്ക്, ലിറ്റി ബനാലിറ്റി. എന്താ ബനാലിറ്റി? compulsory tax for using the landlord's facilities like wine presses, mills. കണ്ടോ? ഇവിടെ നോക്ക്, വീഞ്ഞ് നിർമ്മാണത്തിലേക്ക് ജന്മിയുടെ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കർഷകർ നിർബന്ധിതമായിട്ട് നൽകേണ്ട അധിക നികുതിയാണ്. നമ്മളെ കയ്യിൽ അവിടെ വീഞ്ഞുണ്ടാക്കുന്നുണ്ട്. പ്രഭുക്കന്മാരുടെ സ്ഥലത്ത് എന്ത് വീഞ്ഞറിയില്ലേ? വീഞ്ഞറ മദ്യം. നിങ്ങൾ കണ്ടല്ലേ, മുന്തിരിയൊക്കെ ഇട്ടിട്ട് ചവിട്ടിയിട്ട് വീഞ്ഞുണ്ടാക്കുന്നത്. മദ്യം ഉണ്ടാക്കാൻ അതിൽ യന്ത്രം വാങ്ങണം. അപ്പൊ ആ യന്ത്രം ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ചെലവുണ്ട്. ആ ചെലവിന് വേണ്ടി എന്താണ്? കർഷകർ കുറച്ച് പൈസ കൊടുക്കുക, ടാക്സ് കൊടുക്കണം, നികുതി കൊടുക്കണം. ആ നികുതിയുടെ പേരെന്താ? ബനാലിറ്റി. ഇതെങ്ങനെ ഓർത്തിരിക്കുക?
ലിറ്റർ ലിറ്റർ അല്ലെ, നമ്മൾ ഈ മദ്യമൊക്കെ അല്ലെ ലിറ്ററിൽ പറയാ, ലിറ്റർ അല്ലെ, എനിക്ക് 1 ലിറ്റർ 2 ലിറ്റർ അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പൊ ബനാലിറ്റി ലിറ്റർ, ലിറ്റി എന്ന് കണ്ടോ ലാസ്റ്റ് ഭാഗം, ലിറ്റി ലിറ്റർ അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗം ഓർത്തിരുന്നാൽ മതി. ലിറ്റർ 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 എന്ന് ഓർത്തിരിക്കുക. ലിറ്റർ എന്ന് ഓർത്തിരിക്കുമ്പോ എന്താ, ജമ്മിയുടെ പിന്നെ വീഞ്ഞ് നിർമ്മാണത്തിലേക്ക് കർഷകർ കൊടുത്തിരുന്ന ടാക്സ്, വീഞ്ഞ് ലിറ്റർ അല്ലെ, അങ്ങനെ ഓർത്തിരിക്കുക. കേറി വേണ്ട 2-3 ദിവസം കോർവി അല്ലെ, കേറി വാ കോർവി, ബനാലിറ്റി ലിറ്റർ 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 ഓർത്തിരുന്നോ. അടുത്തൊരു കോഡിലേക്ക് പോവാം. നോക്ക് നിങ്ങൾ, പിയാഷ് പിയാഷ് പിയാഷ്, പാലങ്ങൾ, റോഡുകൾ, ഇതൊക്കെ സാധാരണക്കാരന് ഉപയോഗിക്കണം. എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. നമ്മളൊക്കെ കൊടുക്കണ്ടല്ലേ. നിങ്ങൾ ഉമ്മമാരെ അച്ഛന്മാരെ കൂടെ ഒക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നാഷണൽ ഹൈവേ കൂടെ പോകുമ്പോ കണ്ടില്ലേ ടോൾ ഗേറ്റ് കണ്ടില്ലേ? എത്ര പേര് ടോൾ ഗേറ്റ് കണ്ടിട്ടുണ്ട്? അവിടെ പൈസ കൊടുക്കണം അല്ലെ. ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ട ടോൾ ഗേറ്റ്, പൈസ കൊടുക്കണം. അതുപോലെ സാധാരണക്കാർ പൈസ കൊടുത്തിരുന്നാണ് എന്ത്, ടോൾ കളക്ടഡ് ഫോർ യൂസിങ് റോഡ്സ്, ബ്രിഡ്ജ് ആൻഡ് ക്രോസിംഗ്സ്. കണ്ടോ, എവിടെ നോക്കിയാലും സാധാരണക്കാർ പൈസ കൊടുത്തിരുന്നു. അപ്പോ അതിന്റെ പേരാണ് പിയാഷ്. പി 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 പാലം, ബ്രിഡ്ജ് പാലല്ലേ, പാലത്തിന് കൊടുത്ത നികുതിക്ക് പിയാഷ് എന്ന് വിളിക്കുക. അപ്പൊ ഓർത്തിരുന്നോ, എങ്ങനെ ഓർത്തിരിക്കേണ്ടത്? പിയാഷ് എന്ന് കാണുമ്പോ തന്നെ പാലം എന്ന് ഓർക്കുക. പിയാഷ് പാലം. ഓക്കെ, അടുത്തൊരു നികുതിയാണെന്ത്, ടെറാഷ്. എന്താ പേര്? ടെറാഷ് അല്ലെ. ടെറാഷ് നോക്കുകള്, ടെറാഷ് എ സ്പെഷ്യൽ ടാക്സ് കളക്ടഡ് ഫ്രം പെസൻസ് ഡ്യൂറിംഗ് ഹാർവെസ്റ്റ് ടൈം. കണ്ടോ, നോക്ക് നിങ്ങൾ, കൊയ്ത്ത് കാലം, നെല്ലൊക്കെ ഉണ്ടായി റെഡി ആവുന്ന സമയത്ത് കർഷകർ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്ന നികുതിന്റെ പേരെന്ത്, ടെറാഷ് എന്ന് പറയുന്നത്. അപ്പോ ഈ നോക്ക് നിങ്ങൾ, ടെറാഷ്, ഈ ടെറാഷിന്റെ പ്രത്യേക, അപ്പൊ ഇതെങ്ങനെ ഓർത്തിരിക്കുക ചെങ്ങന്മാരെ, നെല്ല് കൊയ്ത് കഴിഞ്ഞാല് അതിന്റെ മുകളിൽ നമ്മൾ ടാർപ്പായി ഇടും അല്ലെ, ടാർപ്പായി കണ്ടോ. അപ്പൊ ടാർപ്പായി എന്തിന്റെ മേലെ ഇടുക? നമ്മൾ വൈക്കോലിന്റെ മേലെ അല്ലെ. കണ്ടില്ലേ നിങ്ങള്? നെല്ല് നിങ്ങൾ ചിലപ്പോ നമ്മളെ ജനറേഷൻ കണ്ടിട്ടുണ്ടാവില്ല. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു, അങ്ങനെ പറയില്ല കേട്ടോ, നമ്മൾ ചെറുപ്പക്കാരനാണ് കേട്ടോ, 24 ഇപ്പൊ നാളെക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ സാറ് എന്തൊരു തള്ളാണല്ലേ, നമ്മളെ കണാരം വരെ തോറ്റു. അജാതി തള്ളു, പെരുന്തള്ളു അല്ലെ, പെരുന്തണ്ടാന്ന് വിളിക്കരുത് കേട്ടോ. അപ്പൊ ഓക്കെ, ചെറുപ്പക്കാരനാണ്, ചെറിയ ചെക്കനാണ്, ചുള്ളനാണ്, പോട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് മക്കളെ, നോക്ക് നിങ്ങള്, ടെറാഷ് എന്താണ്? ടെറാഷ് ടാർപോളിൻ ഓർത്തിരിക്കുക. വൈക്കോലിന്റെ മുകളിൽ നമ്മളെല്ലാം കൊയ്ത്, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ മാങ്ങ ഉണ്ടല്ലോ, വീട്ടിൽ മാങ്ങയൊക്കെ നമ്മൾ എന്ത് കളക്ട് ചെയ്തിട്ട് എവിടെ വെക്കുക? ടാർപ്പായിലിൽ വെക്കുക അല്ലെ, ഒന്നായിട്ട് കൂട്ടിയിടും ടാർപ്പായിൽ അല്ലെ. അപ്പൊ ടെറാഷ് എന്ത്, വിളകൾ കൊയ്തെടുത്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന നികുതിയാണ്. അപ്പൊ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. നോക്ക് നിങ്ങൾ, എങ്ങനെ നമ്മൾ പറഞ്ഞത്, കർഷകരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരുപാട് നികുതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ അവരെ കയ്യിൽ നിന്ന് ഒരുപാട് നികുതികൾ ഉണ്ടായിരുന്നു. ആ നികുതിയുടെ പേരെന്താ? ഒന്നാമത്തെ കോർവിയാണ്. കേറിവാ. എന്താ കേറിവാ? എന്റെ വീട്ടിലേക്ക്, എന്റെ സ്ഥലത്തേക്ക് കയറി വന്നിട്ട് 3-4 ദിവസം വിത്തൗട്ട് സാലറി, പ്ലീസ് വർക്ക് വിത്തൗട്ട് എനി സാലറി, എനി പേയ്മെന്റ്, അങ്ങനെ ചെയ്തിരുന്ന ഡ്യൂട്ടിക്ക് പറയുന്ന പേരാണ് കോർവി, കേറിവാ. രണ്ടാമത്തെ എന്താണ്? ബനാലിറ്റി അല്ലെ, ലിറ്റർ അല്ലെ, ലിറ്റർ 98 പറയുന്നുണ്ട്. യെസ് അമീനെ, കണ്ടോ, പവർഫുൾ ആണ്, സ്ട്രോങ് ആണ്, കളിയൊന്നല്ല. ഓക്കെ, അപ്പൊ ബനാലിറ്റി, ലിറ്റർ എന്തിനാ നമ്മൾ പറയാ? മദ്യൊക്കെ ലിറ്റർ ആയിട്ട് പറയാം അല്ലെ, 1 ഗ്ലാസ് 2 ഗ്ലാസ് എന്നൊക്കെ പറയട്ടല്ലേ. അപ്പൊ ആ ലിറ്റർ മദ്യത്തിന് അല്ലെങ്കിൽ വീഞ്ഞുണ്ടാക്കാൻ വേണ്ടി കർഷകരുടെ കയ്യിൽ നിന്ന് പീഞ്ഞർ സാധനമാണെന്ത്, ബനാലിറ്റി, ലിറ്റർ ഓർത്തിരുന്നോ. മൂന്നാമത്തെ എന്താ? പിയാഷ് അല്ലെ. പി കാണുമ്പോ തന്നെ പാലം, റോഡ്, ക്രോസുകളൊക്കെ ചെയ്യാം. ആ സമയത്തൊക്കെ ക്രോസിംഗ്സ് അറിയില്ലേ, നമ്മള് പിന്നെ അങ്ങാടിയിൽ ക്രോസ് ചെയ്യില്ലേ, സീബ്ര ലൈൻ കണ്ടില്ലേ? ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്യണമെങ്കിൽ വരെ പൈസ കൊടുക്കരുന്നു സാധാരണ. എന്താല്ലേ, ചൂഷണത്തിന്റെ അങ്ങത്തല്ല. പിയാഷ് എന്താ? പാലത്തിന് വേണ്ടി കൊടുത്തതെന്ന് ഓർത്തിരിക്കുക. പാലത്തിന് വേണ്ടി സാധാരണക്കാരെ കയ്യിൽ നിന്ന് പിരിച്ചത്. ഇനി അടുത്തെന്താ? ടെറാഷ് എങ്ങനെ ഓർത്തിരിക്കുക? ടാർപോളിന്റെ ഷീറ്റ് ഓർത്ത് വെച്ചോ. നമ്മള് എന്താ പറയാ, ഫലവൃക്ഷങ്ങൾ അല്ലെ, ഫ്രൂട്ടുകള്, പച്ചക്കറിയൊക്കെ എന്താ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ എവിടെ ടാർപോളിലല്ലേ കിട്ടുക? ടെറാഷ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേക ടാക്സ്, കരം, അതിനാണ് നമ്മൾ എന്ത് പറയാ, ടെറാഷ് എന്ന് പറയാ. റെഡിയല്ലേ മക്കളെ? സെറ്റല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്? ഒന്ന് അഭിപ്രായം പറഞ്ഞേ. കട്ടക്കാട് നല്ലേക്ക്, കട്ടക്കാട് എന്ന് പറഞ്ഞിട്ട് വെറുതെ തള്ളാണോ എന്നുള്ളത് ഒന്ന് പറയും. മനസ്സിലാണ്ടോ? ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ പറയും, എജ്മീല് കട്ടക്കാടൻ സാറിന്റെ ക്ലാസ് പൊളി അടിപൊളിയായിരുന്നു, അതിപ്പോൾ ഓർമ്മയുണ്ട് എന്ന് നിങ്ങൾ പറയും. ഇല്ലേ? പറയൂലേ? യെസ് പറയൂലേ? യെസ് അടിപൊളിയാന്ന് പറഞ്ഞു ഷെഫീന അല്ലെ.
നൗഫൽ, ഉസ്മാൻ, അസീൽ. എന്താണ് പൊളി 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 സെറ്റ് സെറ്റ്. അത് ഇങ്ങനെ കേൾക്കുമ്പോഴല്ല ഒരു വല്ലാത്തൊരു ശ്രദ്ധിക്കൂടെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കയറി കയറി പോവാണ്. പൊളി പൊളി സീന് വൈബ് അല്ലേ? ആ സാറ് തന്തപ്പൊടിയാണെങ്കിലും സീന് വൈബാണ് മക്കളെ, വൈബ് അല്ലേ? ഞാൻ മാൾഡീവ്സ് പിന്നെ കുറച്ചു കാലം പഠിപ്പിച്ചു, ഒരു 6 കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത കുട്ടികളെ 7, 8 കുട്ടികളൊക്കെ പിന്നെ ക്ലാസ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പോലത്തെ കുഞ്ഞു മക്കളാണ്, നല്ല നല്ല രസമാണ്. അപ്പൊ അവര് ഓരോ ആക്ഷൻസ് കാണിക്കും, അവർ ഇന്ത്യൻ ഫിലിംസൊക്കെ കണ്ടിട്ട് അതിൽ ആക്ഷൻ. അപ്പൊ ഒരിക്കൽ വന്നിട്ടേ ഒരുത്തങ്ങനെ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ആട്ടിട്ടോ, ഇങ്ങനെ ആട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 2 മുഖം വേറൊരുത്തെങ്ങനെ. അപ്പൊ അങ്ങനെ നമ്മളെ പുഷ്പട്ട് കൊടുത്ത് പുഷ്പരാജ് പുഷ്പരാജ് തലന്നെ ഒട്ടുന്ന് പറഞ്ഞു. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് മക്കളെ, അടുത്ത കുട്ടികളെ വേറെ പലതും കാണിക്കലുണ്ട് കേട്ടോ. കൈന്റെ ചില വിരലൊക്കെ പൊന്തിച്ച് കാണിക്കും, ചിലപ്പോൾ 2 വിരലൊക്കെ. ആ കഥ നമുക്ക് പിന്നെ പറയാം, അടുത്ത സോഷ്യലിന്റെ ക്ലാസ്സിൽ പറയാം. അപ്പൊ നോക്ക്, സാധാരണക്കാരെ കയ്യിൽ നിന്ന് ഒരുപാട് നികുതി അവരെന്ത് ചെയ്യുന്നു, ഒരുപാട് നികുതി അവർ ഈടാക്കിയിരുന്നു, ഒരുപാട് നികുതി അവരെന്തായിരുന്നു ഉണ്ടാക്കിയിരുന്നു. ആ നികുതി പല പേരുകൾ നമ്മൾ പഠിച്ചു അല്ലെ, പല പേരുകൾ നമ്മൾ പഠിച്ചു. യെസ് പല പേരുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നു. അപ്പൊ നമ്മൾ സൊസൈറ്റിയുടെ അവസ്ഥ പഠിച്ചു. എന്താ, 3 തട്ടായിരുന്നു അല്ലെ. സാധാരണക്കാരന് ഒരുപാട് നികുതികൾ അല്ലെ, പല കോർവി അല്ലെ, പല പേരുള്ള ടെറാഷ് അല്ലെ, പിയാഷ്, പല പേരുള്ള നികുതികൾ കൊടുക്കായിരുന്നു അവരെ പരിപാടി അല്ലെ, വാങ്ങിക്കലായിരുന്നു ഇവരൊക്കെ ചൂഷണം. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവൂലേ? ഉറപ്പല്ലേ? അനങ്ങിയ പൈസ ഗവൺമെന്റ് അനങ്ങിയാൽ നമ്മളെ ഇന്ന് പൈസ വാങ്ങി എങ്ങനെ ഉണ്ടാവും? നമുക്ക് ദേഷ്യം വരും, ഉറപ്പല്ലേ? അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫ്രാൻസില് അവിടെ ഒരു ഭയങ്കര സാമ്പത്തിക പ്രശ്നം വന്നപ്പോ ലൂയി 16 ഉണ്ടല്ലോ, നമ്മളെ രാജാവുണ്ടല്ലോ, രാജാവ് അവിടുത്തെ എസ്റ്റേറ്റ് ജനറൽ, എന്താ എസ്റ്റേറ്റ് ജനറൽ ഓർമ്മ ഉണ്ടോ? അവിടുത്തെ പാർലമെന്റിന്റെ പേരാണ് എസ്റ്റേറ്റ് ജനറൽ, ഓർമ്മല്ലേ? എടാ മക്കളെ ഓർമ്മല്ലേ? നോക്ക് നിങ്ങൾ, നോക്ക് എന്താ നോക്ക്, നമ്മൾ വന്നവിടെ ഇവിടെ കണ്ടോ, ഇതാണ് എസ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ പാർലമെന്റ്. ഓർമ്മല്ലേ? അവിടെ നിയമം ഉണ്ടാക്കണ, ഞാൻ ചോദിച്ചില്ലേ കിച്ചന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ നിയമം ഉണ്ടാക്കണ ഓരോ രാജ്യത്തുള്ള ബിൽഡിംഗ് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേരാണ് അവിടുത്തെ പാർലമെന്റ്. ഫ്രാൻസിലെ പാർലമെന്റിന്റെ പേരെന്തായിരുന്നു? എസ്റ്റേറ്റ് ജനറൽ. അപ്പൊ ലൂയി രാജാവ് എന്ത് ചെയ്തു? അങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രശ്നമുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചും കൂടി നികുതി ജനങ്ങളെ ഇന്ന് വാങ്ങാം, കുറച്ചും കൂടി ടാക്സ് എന്ത് ചെയ്യുക, കുറച്ചധികം ടാക്സ് ജനങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിന് വാങ്ങണമെങ്കിൽ എന്ത് വേണം? നിയമം ഉണ്ടാക്കണം. ആ നിയമം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫുഡ് ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? അടുക്കള കിച്ചൺ ഓപ്പൺ ആക്കണം അല്ലെ, ഗ്യാസ് കത്തിക്കണം. അതേപോലെ ഇവിടെ നിയമം ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെന്റ് വിളിച്ചു കൂട്ടണം. ഒരു ഗതിയില്ലാതെ പരഗതിയില്ലാതെ രാജാവ് എന്ത് ചെയ്യാണ്? എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുക. വരികടാ, എല്ലാരും വരി അല്ലെ. എസ്റ്റേറ്റ് ജനറൽ നോക്ക്, അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 175 വർഷം കഴിഞ്ഞിട്ടോ. 175 175 വർഷ ശേഷം എസ്റ്റേറ്റ് ജനറൽ രാജാവ് എന്ത് ചെയ്യാണ്? വിളിച്ചു ചേർക്കുകയാണ്. അങ്ങനെ വിളിച്ചു ചേർക്കുകയാണ്. നോക്ക് നിങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ നോക്ക്, ഞാൻ എഴുതി തരാം. നോക്ക് നിങ്ങൾ, ഇതില് എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെന്റ് ഉണ്ട്, അത് 3 ഭാഗമാക്കി തിരിച്ചുക. അതില് പുരോഹിതന്മാർ 285 പുരോഹിതന്മാരുണ്ടായിരുന്നു. 285 പുരോഹിതന്മാർ. നോക്ക്, 285 പുരോഹിതന്മാരുണ്ടായിരുന്നു അവിടെ. അവര് രാജ്യത്തിന്റെ എത്ര ശതമാനം? 1% മാത്രമേ ഉള്ളൂ. അവർ 255 ആൾക്കാരുണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. ഇനി പ്രഭുക്കന്മാർ, ഇവരെ പ്രതിനിധി കേട്ടോ, നമ്മളെ MLA MP എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നിങ്ങളെ മണ്ഡലത്തിലെ MLA പേരോ ടൈപ്പ് ചെയ്യോ? നിങ്ങൾക്ക് അറിയോ? ആരാറിയോ MLA ആരാന്നറിയോ? അത് MLA എന്ന് പറയുന്നത് നിങ്ങളുടെ അയൽവാസിയുടെ, നിങ്ങളുടെ നാട്ടുകാരൊക്കെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. എന്ത് പ്രശ്നമില്ല അയാളോട് പറഞ്ഞാൽ മതി അല്ലെ. അതേപോലെ ഇവരെ പ്രതിനിധീകരിക്കുന്ന, ഓരോ സ്ഥലത്തുനിന്നും പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുണ്ട്, MLA മാര്. അപ്പൊ ഇതില് പ്രഭുക്കന്മാരെ ഭാഗത്ത് പുരോഹിതന്മാരെ ഭാഗത്ത് എത്ര MLA ഉണ്ട്? 285 MLA മാരുണ്ട് അല്ലെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. 285 MLA മാരുണ്ട്, 285 പുരോഹിതന്മാർ MLA മാര്. ഇനി പ്രഭുക്കന്മാരെ ഭാഗത്തുനിന്ന് നല്ല പൈസക്കാരായ ആൾക്കാർ 308 ഉണ്ട്. അതില് സാധാരണക്കാരെ പ്രതിനിധി ഏറ്റവും കൂടുതലുള്ള സാധാരണക്കാരാ എത്ര? 621 കണ്ടോ. അപ്പോ ഏറ്റവും കൂടുതൽ ആരാ? 1ാം എസ്റ്റേറ്റ് ആണോ, 2ാം എസ്റ്റേറ്റ് ആണോ, 3ാം എസ്റ്റേറ്റ് ആണോ? 3ാം എസ്റ്റേറ്റാ. സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. അപ്പൊ കണ്ടോ, 97% അവരായിരുന്നു. 97%. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇങ്ങനെയായിരുന്നു അതിന്റെ ഉള്ളിലെ പാർലമെന്റിന്റെ ഉള്ളിലെ അവസ്ഥ. ആൾക്കാർ കൂടുതലാരാ? സാധാരണക്കാരെ. പക്ഷേ സാധാരണക്കാർ പറഞ്ഞത് ഒന്നും ഇവർ കേൾക്കൂല. ഇവര് പറഞ്ഞു ഒരു എസ്റ്റേറ്റിന് 1 വോട്ട്.
പക്ഷെ ഇവര് സാധാരണക്കാർ പറയുന്നത്, കോമൺ പീപ്പിൾ എന്ത് പറഞ്ഞു, ഞങ്ങൾ 621 ആളുണ്ട്, ഓരോരുത്തർക്കും ഓരോ വോട്ട് ഇതിൽ ചെയ്യാൻ അധികാരമാണ്, ഒരാൾക്കൊരു വോട്ട്. മറ്റൊരു പറഞ്ഞ ഒറ്റ ഇപ്പൊ ക്ലർജിക്കാണ് ഒരു വോട്ട്, അല്ലെങ്കിൽ പ്രഭുവിനാണ് ഒരു, എല്ലാവർക്കും പാടെ കൂടിയിട്ട് ഒരു വോട്ട് മതി. എല്ലാവർക്കും പാടെ കൂടി ഇപ്പൊ പറയാണ്, നോക്കൂ നിങ്ങള് ഗ്രൂപ്പ് ലെവലിലെ കുട്ടികൾ പറയാണ് ഞങ്ങൾക്ക് സമ്മാനം ഓരോരുത്തർക്കും വേണ്ട, എല്ലാവർക്കും പാടെ ഒറ്റ സമ്മാനം മതി. അങ്ങനെയാണ് ആര് പറഞ്ഞത്? പുരോഹിതന്മാരും പ്രഭുക്കന്മാരും പറഞ്ഞത്. ഓല അവിടെ പറഞ്ഞു രാജാവ് ഞങ്ങൾക്ക് എന്ത് ഒറ്റ വോട്ട്, എല്ലാവർക്കും പാടെ ഒറ്റ വോട്ട് മതി. മറ്റേ സാധാരണ ജനങ്ങൾക്ക് ഐഡിയ മനസ്സിലായി, എല്ലാവർക്കും പാടെ ഒറ്റ വോട്ട് ചെയ്ത് ആരയിക്കുക ഓല ഉണ്ടാവും ജയിക്കും, പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ജയിക്കും. ഓല ആളെണ്ണം കുറവാണെങ്കിൽ ഒറ്റ വോട്ടായി കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കാം, പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ജയിക്കൂല, ഈസി ആയിട്ട് ജയിക്കും. പക്ഷെ ഇവിടെ ആളെണ്ണമാണെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ ഷഹബാസ് പറയാണ് ഗ്രൂപ്പ് 1 ബോയ്സിന്റെ ഗ്രൂപ്പ് 1 എന്ത് ചെയ്യും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് സമ്മാനമാണ്, എല്ലാവർക്കും പാടെ ഒന്നു പോരാ. അങ്ങനെ പറഞ്ഞാരാ? കോമൺ പീപ്പിളാ, സാധാരണ ജനങ്ങൾ. കാരണം എന്താ, ഒരു 601 ആൾക്കാരുണ്ട്, ഓരോരുത്തർക്ക് ഓരോ വോട്ട് കിട്ടിയാൽ ഓല് പറഞ്ഞത് നടപ്പിലാവുള്ളൂ. അപ്പൊ ഓല് പറഞ്ഞത് അംഗീകരിക്കാൻ ആര് റെഡിയായില്ല? അവിടുത്തെ രാജാവ് റെഡിയായില്ല, പ്രഭുക്കന്മാർ റെഡിയായില്ല, പുരോഹിതന്മാർ റെഡിയായില്ല, ആരും റെഡിയില്ല. സാധാരണക്കാരനെ കേൾക്കാൻ ആരും റെഡിയില്ല. അപ്പൊ എന്താ സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൺ? എന്ത് സംഭവിക്കും? അവര് പറഞ്ഞു ഞങ്ങൾക്ക് അധികാരം, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, കേട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ, ഒരു പുതിയ ഭരണഘടന. എന്ത് ഈ ഭരണഘടന? നോക്ക്, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ നിയമമാണ്. ഖുർആൻ എന്താ? മുസ്ലിങ്ങളുടെ നിയമ. ബൈബിൾ എന്താ? അത് ക്രിസ്ത്യാനികളുടെ നിയമ. തൗറ എന്താ? അത് ജൂതന്മാരുടെ നിയമം. ഇങ്ങനെ ഓരോന്നിനും എന്തുണ്ട്? ഓരോ മതത്തിനും ഓരോ ഗ്രന്ഥമുണ്ട്. അതേപോലെ ഓരോ രാജ്യത്തിനും ഓരോ ഗ്രന്ഥമാണ്. ഇല്ലെങ്കിൽ തോന്നിയതുപോലെ കാട്ടും ഓരോരുത്തർക്കും. ഇവര് പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യണം, ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ പോകൂ. ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ടെന്നീസ് കോർട്ട് പറഞ്ഞാല് നമ്മൾ ടെന്നീസ് കളിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാധാരണ കോമൺ പീപ്പിൾ എന്ത് ചെയ്തു? കോമൺ പീപ്പിൾ അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞയുടെ പേരെന്താണ്? ടെന്നീസ് കോർട്ട് ഓത്ത് എന്നാണ് അതിന് പറയാ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് പറയാ. അപ്പൊ നോക്ക് നിങ്ങള്, പാർലമെന്റ് ലൂയി 16 വിളിച്ചപ്പോ സാധാരണ കോമൺ പീപ്പിൾ എന്ന് പറയുന്ന 3ാം എസ്റ്റേറ്റ് അവര് പറഞ്ഞു എന്ത്, എല്ലാവർക്കും വോട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കാൻ റെഡിയായില്ല. അവരവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ടെന്നീസ് കോർട്ടിൽ 1780 ഡേറ്റ് ഓർത്ത് വെച്ചോ, 1789 1789 എന്ത് ചെയ്തു? അവരവിടുന്ന് എന്ത് ചെയ്തു? ഇറങ്ങി ടെന്നീസ് കോർട്ട് എന്ന് പറയുന്നത് ഒരു ടെന്നീസ് കളിക്കാൻ പറ്റിയ സ്ഥലം. അവിടെ പോയിട്ട് പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ? ഒരു ഫ്രാൻസിന് ഒരു പുതിയ ഭരണഘടന വേണം. ആ ഭരണഘടന ഇല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല. ആ പ്രതിജ്ഞക്ക് പറഞ്ഞ പേരെന്താ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ചില കുട്ടികൾ ഈറടിച്ചാല്, ദേഷ്യം പിടിച്ചാല്, അല്ലെ, അമ്മനോട് ദേഷ്യം പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാ? റൂമിൽ വാതിലടിച്ചിരിക്കും. ഇച്ചി ഫുഡ് വേണ്ട, ചോറ് വേണ്ട, മുണ്ടൂല, തെറ്റി. ഞങ്ങളെ മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ മുണ്ടൂല, തെറ്റി. കുട്ടികളാണെങ്കിൽ തെറ്റി, അല്ലെ, ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ചിരിക്കൂലേ? അതേപോലെ ഇവരെന്ത് ചെയ്തു? ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, ഇവിടെ പുതിയ ഭരണഘടന വന്നേ പറ്റൂ, പുതിയ ഭരണഘടന, അല്ലെ, എങ്ങനെ ഉണ്ടാവും? ഞങ്ങൾക്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് ആ സംഭവം അറിയപ്പെടുന്ന പേരെന്താ? അതിന്റെ പേരെന്താ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ. ടെന്നീസ് കോർട്ട് ഓത്ത് എന്നാണ് അതിന് പറയാ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് അതിന് പറയാ മക്കളെ. അപ്പോ ഫ്രാൻസിൽ ഒരു വലിയ കലാപം ഉണ്ടാകാൻ പോവാണ്. ആ കലാപത്തിന്റെ തുടക്കം ഏതായിരുന്നു? ആദ്യം നടന്നെന്താ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്, അല്ലെ. അതുണ്ടാകാൻ കാരണം എന്താ? എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെന്റ് ലൂയി 16 വിളിച്ചു ചേർത്തു. പക്ഷെ വിളിച്ചു ചേർത്ത എന്തിനായിരുന്നു? മൂപ്പർക്ക് ടാക്സ് കൂട്ടാനാ. പക്ഷെ സാധാരണ ജനങ്ങൾ പറഞ്ഞു അതൊന്നും പറ്റൂല, ഞങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് വേണമെന്ന് പറഞ്ഞു. അത് സമ്മതിക്കാതിരുന്നപ്പോ എന്ത് ചെയ്തു? അവര് ടെന്നീസ് കോർട്ടിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞ അറിയപ്പെടുന്ന പേരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. 1789 ജൂൺ 17 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഉണ്ടായത്, അല്ലെ. യെസ്, അവര് പറയാണ്, നോക്ക് നിങ്ങള്, അവര് പറയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ കഴിഞ്ഞിട്ട് അവര് പറയണേ, ഞങ്ങൾ ഇനി എസ്റ്റേറ്റ് ജനറൽ എന്ന് വിളിക്കൂല. ആ രാജാവിനെ ഞങ്ങൾക്ക് പുല്ലാണ്. ലൂയി 16 ഞങ്ങൾക്ക് പുല്ലാണ്. ഞങ്ങൾ പിന്നെ പാർലമെന്റിന് പുതിയ പേര് വിളിക്കുകയാണ്. എന്താ അവർ വിളിച്ചത്? They renamed themselves the National Assembly. ഞങ്ങളെ പേര് നാഷണൽ അസംബ്ലി എന്നാണ്, സ്റ്റേറ്റ് ജനറൽ അല്ല എന്ന് സാധാരണക്കാരെ പ്രതിനിധീകരിക്കുന്ന MLA-മാർ അവരങ്ങനെ സംസാരിച്ചു, അവരങ്ങനെ പറഞ്ഞു. അപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രാൻസിലെ കലാപം, വിപ്ലവത്തിലേക്ക് നമ്മൾ പോവാണ്. ആ വിപ്ലവത്തിലെ ഒന്നാമത്തെ സംഭവം എന്താ? എസ്റ്റേറ്റ് ജനറൽ ലൂയി 16 175 വർഷങ്ങൾക്ക് ശേഷം വിളിച്ചു ചേർത്തു. രണ്ടാമത്തെ സംഭവം എന്താ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നടന്ന വർഷം എന്താ? 1789 ജൂൺ മാസത്തിലാണ്, ജൂൺ 17 നടന്നത്. 1789 ജൂൺ 17. ഇനി അടുത്ത സംഭവത്തിലേക്ക് പോലെ
അടുത്ത സംഭവത്തിലേക്ക് പോകല്ലേ? റെഡി അല്ലേ? യെസ് യെസ് റെഡി അല്ലേ? യെസ് 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 റെഡി അല്ലേ? കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറ് മലപ്പുറത്താണോ? മക്കളെ നമ്മള് മഞ്ചേരിയാണ്. മഞ്ചേരിക്കാരുണ്ട് ആരെങ്കിലും ഇതില്? മഞ്ചേരി 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 അല്ലേ? യെസ് യെസ് നോക്ക് നിങ്ങൾ മക്കളെ. യെസ് നോക്ക്, എന്താ ഈ കാണുന്നത്? എന്താ ഈ ചിത്രത്തിൽ കാണുന്നത്? ഈ ചിത്രത്തിൽ കാണുന്നത് എന്താ? ഒന്ന് ടൈപ്പ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? വാട്ട് യു ക്യാൻ സീ? എന്താ കാണുന്നടോ മക്കള് പറയും, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് യു ഫീൽ? വാട്ട് യു ഫീൽ? എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? എന്താ നിങ്ങക്ക് തോന്നുന്നത്? പറഞ്ഞോ 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 പറഞ്ഞോ. യെസ് 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 പറഞ്ഞോ പറഞ്ഞോ. നമ്മളെ ക്ലാസ് എല്ലാ ദിവസവും ഏറേട്ടോ, ഏറെയാണ്. ഏരക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മളെ ക്ലാസ്. നാളെ കെമിസ്ട്രി ആണ്. എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം. എന്നാ നോട്ട് ഡെയിലി നോട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ക്ലാസ് കേട്ടിട്ട് ആ നോട്ട് എന്ത് ചെയ്യാം, മെന്റർമാർക്ക് അയച്ചു കൊടുക്കുക. ക്യാഷ് പ്രൈസ് ഉണ്ട്, മിസ്സാവണ്ട. കഴിഞ്ഞ ദിവസം സെനക്കാണ് കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ അഥവാ ഇംഗ്ലീഷ് ക്ലാസിന്റെ വിന്നറെ, ഇംഗ്ലീഷ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എല്ലാ കുട്ടികളും പറഞ്ഞു. നിങ്ങളെ ചങ്ങാഴ്ചകളോടും ചങ്ങായിമാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കുക. നല്ല മോഞ്ചൻ സാറ് സഫീർ സാറ് വന്നിട്ട് എന്ത് ചെയ്തു, ഇംഗ്ലീഷ് വളയിലെ എന്താ ഇംഗ്ലീഷ്, അടിപൊളി ഇംഗ്ലീഷ് ആയിട്ട് യൂണിറ്റ് 2 നമുക്ക് എടുത്തു തന്നു. ഇനി നമുക്ക് യൂണിറ്റ് 3 എടുക്കാനുള്ള അല്ലെ? സഫീർ സാറെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അടുത്ത ചൊവ്വാഴ്ച സഫീർ സാറിന്റെ ക്ലാസ് ഉണ്ടാവും. നാളെ കെമിസ്ട്രി ആട്ടോ മക്കളെ. കെമിസ്ട്രി ആണ്, ഇല്യാ സാറിന്റെ കെമിസ്ട്രി ആണ്. വിട്ടരുത്, മിസ്സാക്കരുത്. അത് അടിപൊളി ക്ലാസ് ആയിരിക്കും. എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓർത്തു വെക്കണേ. അപ്പൊ നോക്ക്, ഇവിടെ മൂന്നാമത്തെ സംഭവം. ആദ്യത്തെ സംഭവം എന്താ? എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. രണ്ടാമത്തെ എന്താ? അതിന് കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയി അല്ലെ? മൂന്നാം എസ്റ്റേറ്റ് ഇറങ്ങിപ്പോയി. അവരൊരു പ്രതിജ്ഞ എടുത്തു. അതിന്റെ പേരെന്താ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ്. ഇനി മൂന്നാമത് നടന്നൊരു സംഭവം എന്താ വെച്ചാല്, അവിടുത്തെ ഒരു ജയിലുണ്ടായിരുന്നു. രാജാവിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ അവര് കൊണ്ട് ജയിലിലിടുക. ഇറാനും ഇസ്രായേലും യുദ്ധം ഉണ്ടായപ്പോ ഇറാനിൽ ഒരു ജയിലിൽ ബോംബിട്ടിരുന്നു. നിങ്ങൾ വായിച്ചിരുന്ന അറിയില്ല അല്ലെ? ജയിലിൽ ബോംബിട്ട് എന്താ സംഭവിക്കുക? അവിടെയുള്ള കുറ്റവാളികളൊക്കെ പുറത്തിറങ്ങും. അവര് കലാപം ഉണ്ടാക്കുക രാജ്യത്ത്. അതേപോലെ അവിടെ ഈ ഫ്രാൻസിലുണ്ടല്ലോ, രാജാവ് ലൂയി 16 മൂപ്പരെ കെട്ടിയോൾക്കെതിരെ സംസാരിച്ച കുറെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നു, ഇവരെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടച്ചിരുന്നു. ഒരുപാട് ആൾക്കാരെ ജയിലിൽ അടച്ചിരുന്നു. അവരെന്ത് ചെയ്തു? അവരെ റിലീസാക്കി. ആദ്യം ചെയ്ത പരിപാടി ഇതാ. അപ്പോ ആ ജയിലിന്റെ പേരെന്തായിരുന്നു? ബാസ്റ്റിൽ ജയിൽ എന്നാണ് ജയിലിന്റെ പേര്. ബാസ്റ്റിൽ കോട്ട അല്ലെങ്കിൽ ബാസ്റ്റിൽ ജയില്. ആ നടന്ന സംഭവം ഏതാ അറിയോ? ജൂലൈ 14, 1850. ഒരേ വർഷം എന്നാണ് കേട്ടോ. എപ്പോഴും ഓർത്തിരിക്കുക, ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന വർഷം 1889 ആണ്. ഇതിൽ ഓരോ മാസം ഓരോ സംഭവങ്ങളാണ്. എല്ലാം തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ? ഇപ്പൊ നമ്മൾ പറയില്ലേ, നാളെ പിന്നെന്താ പറയാ, പെണ്ണ് കാണൽ ഇന്ന്, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാവുക, പിന്നെ മാരേജ് ഫിക്സ് ചെയ്യാന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുസ്ലിങ്ങളുടെയാണെങ്കിൽ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നിക്കാഹ്, അത് കഴിഞ്ഞിട്ട് വെഡിങ് എന്താ പറയാ സെറിമണി. ഹിന്ദുക്കളുടെയാണെങ്കിൽ പിന്നെ മംഗലം ചാർത്ത അല്ലെ? ഓരോ ദിവസം ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു കലാപം ഉണ്ടായി, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായി. വിപ്ലവം എന്ന് പറഞ്ഞാൽ വലിയ മാറ്റം. ഫ്രാൻസിൽ മാറ്റണ്ട, പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു വർഷത്തിൽ ഓരോ മാസം അല്ലെ? ജൂൺ മാസത്തിലാണ് എന്ത് നടന്നത്? എസ്റ്റേറ്റ് ജനറലും ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും. ജൂലൈ മാസത്തിൽ അല്ലെ, ഈ മാസം ജൂലൈ മാസത്തിലാണ് എന്ത് നടന്നത് മക്കളെ? 1889 ജൂലൈ 14 എന്ത്? ബാസ്റ്റിൽ ജയിൽ തകർത്തത് അല്ലെ? ബാസ്റ്റിൽ പ്രിസൺ വാസ് അറ്റാക്ക്ഡ് അല്ലെ? അതെന്ത് ചെയ്തു? ആക്രമിച്ചോട് കൂടെ എന്ത് ചെയ്തു? അത് പൊളിഞ്ഞു. അത് പൊളിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഒരുപാട് ലീഡേഴ്സ് അതിന്റെ ഉള്ളിൽ കിടക്കായിരുന്നു അല്ലെ? വിപ്ലവം ഉയർത്തിപ്പിടിച്ച ഒരുപാട് ലീഡേഴ്സ് അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവരൊക്കെ പുറത്തിറങ്ങി, മുഴുവൻ ആൾക്കാരും പുറത്തിറങ്ങി. അപ്പോ ഇനി എന്താ പോകുന്നത്? ഫ്രാൻസിൽ ഒരു അട്ടിമറിക്ക് പോവാണ്, വലിയൊരു അട്ടിമറിക്ക് പോവാണ്. അപ്പൊ മൂന്നാമത്തെ എന്താ? ബാസ്റ്റിൽ ജയിൽ എന്ത് ചെയ്തു? തകർത്തു എന്നുള്ളതാണ്. അടുത്ത എന്താ നോക്ക് നിങ്ങള്. അന്നത്തെ അവിടുത്തെ കൊട്ടാരത്തിന്റെ പേരെന്താ? ബൂർബൻ രാജാക്കന്മാർ ഭരിക്കുന്ന കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ പേരാണ് വേഴ്സായ് അല്ലെ? വേഴ്സായ് കൊട്ടാരം. ആ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരക്കണക്കിന് 10,000 അമ്മമാര്, പെങ്ങന്മാര്, അവരുടെ മാർച്ചായിരുന്നു. വേഴ്സായ് കൊട്ടാരത്തിലേക്ക് സ്ത്രീകളുടെ മാർച്ച് അല്ലെ? വുമൻസ് മാർച്ച്, സ്ത്രീകളുടെ മാർച്ച്. എവിടേക്ക്? രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. കാരണം എന്താ അറിയോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥ, വലിയ പരിതാപകരമായ അവസ്ഥ. നോക്ക് നിങ്ങള്, അന്ന് അവരെ കൂടെ ഒളിമ്പ് ദ ഗൂഷ് എന്ന് പറയുന്ന സ്ത്രീ, അവരെ പേര് ഓർത്തിരിക്കണേ, ഒളിമ്പ് ദ ഗൂഷ്. അവര് പറഞ്ഞെന്താണ്? സ്ത്രീകളുടെ അവകാശങ്ങൾ അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. റോഡ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ. കണ്ടോ? സ്ത്രീകളുടെ അവകാശങ്ങൾ എഴുതിയിട്ട് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ച ആളെ പേരെന്താ? ഒളിമ്പ് ദ ഗൂഷ്. ഒളിമ്പ് ദ ഗൂഷ് അല്ലേ പേര്?
അപ്പൊ ഗുഷ് 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 അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒളിമ്പുത ഗുഷ് അല്ലെ, നമ്മള് ഒച്ച ഉണ്ടാക്കുക. ചില ടീച്ചർമാരെ ക്ലാസ്സിൽ കുട്ടികളെ ഒച്ച ഉണ്ടാക്കൂലേ, ടീച്ചർമാരെ പറ്റിക്കാൻ വേണ്ടി അത് ഒളിഞ്ഞിട്ടല്ലേ ഉണ്ടാക്കല്. അപ്പൊ ഒളിമ്പുത ഗുഷ്, ഒളിമ്പുത 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 കണ്ടോ, ഇങ്ങനെ പഠിക്കുക. അല്ലാതെ ഇതൊക്കെ കാണാൻ പഠിച്ചിട്ട് എവിടെ കാണാ മക്കളെ? ഓർമ്മ ഉണ്ടോ? കേറി വാ ഓർമ്മ ഉണ്ടോ? പാലം അല്ലെ ഓർമ്മ ഉണ്ടോ? അല്ലെ ലിറ്റർ ഓർമ്മല്ലേ? മറക്കരുത്, സിസിനോ ഓർമ്മല്ലേ? ക്ലാസിന്റെ കോഡുകൾ മറന്നിട്ടുള്ള കളിയില്ല കേട്ടോ. നോട്ടിലൊക്കെ എഴുതി വെച്ചോ. ഇതൊക്കെ മറക്കൂല മക്കളെ നിങ്ങള്, ഉറപ്പാണ്. ഷുവർ ഷുവർ ഷുവർ. യെസ് യെസ് യെസ്. നോക്ക് നിങ്ങള് യെസ്. ജുറൈജ് പറയുന്നുണ്ട് ഞാൻ നിന്റെ ഉപ്പേണ് വല്യപ്പേണ്. അതിനൊക്കെ ആയ ജുറൈജ് വല്യപ്പേണ് എളാപ്പേണ് മൂത്താപ്പേണ് ഒക്കെ ആവുമ്പോ നമ്മൾ പറയട്ടോ. അത് നമ്മളെല്ലാരും കൂടി കെട്ടിച്ചേറി ബേജാറാവല്ലേ. ഇപ്പൊ ക്ലാസ്സിക്ക് വാ അങ്ങോട്ട് വാ. ഓക്കെ നോക്കി മക്കളെ. അപ്പോ നാലാമതായി നടന്ന സംഭവം എന്താ? സ്ത്രീകളുടെ കുട്ടികളുടെ മാർച്ചാണ്. എങ്ങോട്ടാ മാർച്ച് നടന്നത്? മാർച്ച് നടന്ന ഫ്രാൻസിന്റെ തലസ്ഥാനമായിരുന്ന അഥവാ ബൂർബൻ രാജാക്കന്മാരുടെ പ്രതീകമായിരുന്ന ലൂയി 14 അദ്ദേഹമാണ് കെട്ടിപ്പടുത്തത്. ലൂയി 14 കെട്ടിപ്പടുത്തുക എന്താ പറയാ, സമ്പത്തിന്റെ പ്രൗഢിയുടെ പ്രതീകം അല്ലെ. ആ പ്രതീകം എന്താ? ആ പ്രതീകത്തിന്റെ പേരെന്താ? ആ കൊട്ടാരത്തിന്റെ പേരെന്താ? ആ കൊട്ടാരത്തിന്റെ പേരാണ് വേഴ്സായി കൊട്ടാരം. ഒരുപാട് സ്ഥലത്ത് നമുക്ക് അത് പഠിക്കാണ്ട്. 2ാം ലോക മഹായുദ്ധം, 1ാം ലോക മഹായുദ്ധം, 1ാം ലോക മഹായുദ്ധത്തിലൊക്കെ ഒരുപാട് ഉടമ്പടികൾ, കരാർ എഴുതിയ കൊട്ടാരം വേഴ്സായി പാലസ് ആണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് വേഴ്സായി ട്രീറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കും. മക്കളെ പറഞ്ഞു വരുന്നത് വേഴ്സായി കൊട്ടാരത്തിലേക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും മാർച്ച് നടത്തി അല്ലെ. ചുരുക്കി പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിക്കാണ്. അപ്പൊ നോക്ക് നിങ്ങള്, അങ്ങനെ രാജാവ് ഒരു നിവൃത്തിയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അതിൽ പെട്ട ഒന്നായിരുന്നു എന്ത്? വലിയ മാറ്റങ്ങൾ, റിഫോംസ് എന്നാണ് പറയാ അല്ലെ. റിഫോം എന്ന് പറയുന്നത് എന്താ? മാറ്റം, പരിഷ്കാരം. ഉറപ്പല്ലേ? എന്തൊക്കെയാ പ്രശ്നങ്ങൾ നടന്നത്? ഒന്ന് ഓർത്തിരുന്നോ? എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു. 2ാമത്തെ എന്താ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എടുത്തു. 3ാമത്തെ എന്താ ബാസ്റ്റിൻ ജയിൽ അല്ലെ തകർത്തെറിഞ്ഞു. 4ാമത്തെ എന്താ? വിമൻസ് മാർച്ച് അല്ലെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും മാർച്ച്. അതോടുകൂടെ രാജാവ് 5ാമതായിട്ടെന്ന് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ എന്ത്? രാജാവ് എന്ത് ചെയ്തു? പേടിച്ച് വരച്ചിട്ട് എന്ത് ചെയ്തു? ഒരുപാട് മാറ്റങ്ങൾ. അതിൽപ്പെട്ട ഒരു മാറ്റമായിരുന്നു എന്ത്? 1ാമത് അടിമത്തം ഇല്ലാതാക്കി. നോക്ക്, സ്ലേവറി വാസ് അബോളിഷ്ഡ്. സ്ലേവറി എന്ന് പറഞ്ഞാൽ എന്താ? അടിമത്തം ഇല്ലാതെയാക്കി. ഇനി ഇവിടെ ഒരു അടിമയില്ലട്ടോ എന്ന് പറഞ്ഞു. കുടുങ്ങിയിട്ടേ ഒരു നിവൃത്തിയില്ലായിട്ട് അടിമത്തൊക്കെ എടുത്തു പോയിട്ട് 200-300 കൊല്ലായിട്ടുള്ള മക്കളെ കുറെ ആഫ്രിക്കയിലെ മനുഷ്യന്മാരെ കൊണ്ടുവന്നിട്ട് അടിമകളാക്കി വെക്കുക. അങ്ങനെയായിരുന്നു അടിമത്തം എടുത്തുപോയി. നോബിൾസ് ലോസ് ദെയർ സ്പെഷ്യൽ പ്രിവിലേജ്. നോക്ക് നിങ്ങള്, വലിയ മാറ്റം, സാധാരണക്കാരന് വലിയ മുന്നേറ്റം, വലിയ ആശ്വാസം. എന്തായിരുന്നു ആശ്വാസം? പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ കണ്ടോ, അതുകൊണ്ട് എടുത്തു കളഞ്ഞു. അവർക്കിനി പവറില്ല. അതുപോലെ തന്നെ അവിടുത്തെ ചർച്ചുകൾ അഥവാ പള്ളിയിലേക്ക് എന്ത് ചെയ്യണം? ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടല്ലോ, അതിലേക്ക് നികുതി കൊടുക്കണം. തിതേ തൈല എന്നൊക്കെ പറയുന്ന നികുതി ഉണ്ട്. എല്ലാം നിങ്ങൾ പഠിക്കണ്ടോ. പുസ്തകത്തിൽ പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതി. എന്തിനെല്ലാം അവിടെ കാണാൻ പഠിക്കണം? ആ പുസ്തകത്തിൽ പറഞ്ഞ് മാത്രമേ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ. പറയാത്തത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള തിതേ പോലെയുള്ള നികുതികൾ ഉണ്ടല്ലോ, ആ നികുതികൾ ഇനി വേണ്ട, സാധാരണക്കാരൻ നികുതി അടക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അധിക നികുതികൾ, കുറെ കോർവി അല്ലെങ്കിൽ എന്താണ് പിയാഷ് എന്നൊക്കെ പറയുന്ന കുറെ നികുതി ഉണ്ടല്ലോ, ആ നികുതികളൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ ഒഴിവാക്കി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടുള്ള. ഇനി അടിപൊളി കാര്യം അല്ലെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എങ്ങനെ വന്നു അത് പറയാനുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൽ റൂസോ അല്ലെ, അതുപോലെ തന്നെ വോൾട്ടയർ, ഇവരുടെയൊക്കെ സംഭാവന എന്തായിരുന്നു പറയാനുണ്ട്. പറയാൻ പോട്ടെ, ഉറങ്ങല്ലേ മക്കളെ, ഉറങ്ങല്ലേ. നോക്ക് നിങ്ങള് ഈ സംഭവങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് 8 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് വിശദമായ കുറിപ്പ് തയ്യാറാക്കുക. ഓണപരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും മക്കളെ, ഉറപ്പാ. അപ്പൊ നോക്ക്, എങ്ങനെ ഓർത്തിരിക്കാം ഈ സംഭവങ്ങൾ? എങ്ങനെ ഓർത്തിരിക്കാനുള്ള കോഡ് സാറതായിട്ടല്ലേ വന്നത്. നോക്ക് നിങ്ങള്. യെസ് കോഡ് സാറാണല്ലേ, ഫുള്ള് കോഡാണ്. കോവിഡ് സാറേ എന്ന് വിളിക്കാന്ന് മതി. നോക്ക് നിങ്ങള്, നമുക്ക് റാഫിദാനെ വിളിക്കാം. നോക്ക്, ET ബഷീർ വരുമോ റാഫിദ? കണ്ടോ നല്ല അടിപൊളി സാധനം. നോക്ക്, ET ബഷീർ വരുമോ റാഫിദ? എങ്ങനെയുണ്ട് ഈ കോഡ്? നോക്ക്, എസ്റ്റേറ്റ് ജനറൽ അല്ലെ, രാജാവ് എസ്റ്റേറ്റ് ജനറൽ വിളിക്കുന്നു. 1ാമത്തെ കാര്യം. എന്താ?
ടി എന്ന് പറയുമ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ രണ്ടാമത്തെ. ബി അല്ലെ ബാസ്റ്റിൽ ജയിൽ. പിന്നെന്താ വരുമോ വുമൻസിന്റെ മാർച്ച് അല്ലെ ഡബ്ല്യു വുമൻസിന്റെ. റാഫിദ് എന്താ റിഫോംസ് പരിഷ്കാരങ്ങൾ. കണ്ടോ നിങ്ങള് ഫ്രഞ്ച് വിപ്ലവം നമ്മളൊരു ഇ.ടി. ബഷീർ സാഹിബിൽ ഒതുക്കി. യെസ് നമ്മുടെ MP ആണല്ലേ ഇപ്പത്തെ MP ആണല്ലേ. യെസ് നോക്ക് നിങ്ങള് ഇ.ടി. ബഷീർ വരുമോ റാഫിദ. റാഫിദ നീ റാഫിയെന്നോ അല്ലെങ്കിൽ റുഫൈദാന്നോ റഫീഖെന്നോ എന്തൊക്കെയാലും കുഴപ്പമില്ല, പഠിച്ചു വെച്ചോ. ഇ.ടി. ബഷീർ വരുമോ റാഫിദ. വൺസ് അഗൈൻ എങ്ങനെ പറഞ്ഞത് ഇ.ടി. ബഷീർ വരുമോ റാഫിദ. കണ്ടോ എങ്ങനെയുണ്ട് മക്കളെ പറയും. ഈ എന്താ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു. ടി എന്താ രണ്ടാമത്തത് എന്താ അതിന്റെ ഒക്കെ കണ്ടിന്യൂഷൻ ആട്ടോ. എന്താ ഇ.ടി. ബഷീർ വരുമോ റാഫിദ അല്ലെ. ടി എന്താ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ബി ബഷീറാക്കല്ലേ ബഷീർ സാഹിബ്. ബി അല്ലെ എന്താ ബാസ്റ്റിൽ ജയിൽ അറ്റാക്ക്. ബി അല്ലെ വരുമോ ഇങ്ങനെട്ടോ വരിക. മറ്റേ വരുമോ അല്ലട്ടോ, ഈ വി അല്ല, ഈ WV കൊടുക്കണേ. വരുമോ റാഫിദ ഇ.ടി. ബഷീർ വരുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലെ. W വിമൻസിന്റെ മാർച്ചാണ് അല്ലെ. എന്തിനാ റിഫോം പറഞ്ഞ എന്താ പരിഷ്കാരങ്ങളാണ്. മക്കളെ കിട്ടിയില്ലേ കോഡ് കിട്ടില്ല എന്ന് പറയരുത്, കിട്ടില്ല എന്ന് മാത്രം പറയരുത്. ഇനി നമുക്ക് പ്രിയപ്പെട്ട മക്കളെ യെസ് കമന്റ് അടിച്ചോ. നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ഒന്ന് പറയും. നിങ്ങളെ മനസ്സിൽ കയറിയില്ലേ ഫ്രഞ്ച് വിപ്ലവം? നമ്മൾ ഏറെക്കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ നെപ്പോളിയന്റെ വരവുണ്ട് അല്ലെ. നെപ്പോളിയൻ ബോണപ്പാർട്ട്. അതുപോലെ തന്നെ ലൂയി 17 ഉണ്ട് കേട്ടോ. അതുപോലെ ലൂയി രാജാവ് ഇങ്ങനെ വിപ്ലവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കെട്ടിയോളെ ഏറ്റ് എന്താ ചെയ്തവര്? അവർ രാജ്യം വിട്ട കഥയൊക്കെ ഉണ്ട് അല്ലെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം അല്ലെ. മേരിനെയും കൂട്ടിയിട്ട് നാട് വിടേണ്ടി വന്നു അല്ലെ. നാട് വിടേണ്ടി വന്നൊക്കെയല്ല, കൊന്നതാണോ നാട് വിട്ടതാണോ, അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിലെ ചർച്ച. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവും. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ പോയിട്ട് വോയിസ് ആയിട്ട് തന്നെ വിടണം. എല്ലാവരും വോയിസ് ആയിട്ട്. നിങ്ങളെ G1 എന്ന് പറയുമ്പോൾ അത് ബോയ്സിന്റെ ഗ്രൂപ്പാണ്. G11 എന്ന് പറയുന്നത് ഗേൾസിന്റെ ഗ്രൂപ്പ്. അത് ഗേൾസ് മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ ബോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വോയിസ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, കൃത്യമായിട്ട് നല്ല ക്ലാസിനെ പറ്റി റിവ്യൂ നിങ്ങൾ അറിയിക്കാം. അതോടൊപ്പം തന്നെ മെന്റർമാർ എപ്പോഴും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മെന്റർമാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കണം. മക്കളെ ഞാൻ വായിക്കട്ടെ. വിജയ് വായിക്കട്ടോ. വിജയ് വായിക്കണേ. വിജയ് വായിക്കാൻ പോവാണ്. യെസ് വായിക്കാണ്. യെസ് വായിക്കട്ടെ. ഇന്നത്തെ ക്ലാസിന്റെ വിജയ്. യെസ്, കഴിഞ്ഞ ദിവസം നമ്മളെ സെനാഷിറിനായിരുന്നു അല്ലെ, ഗ്രൂപ്പ് 11 ഫിസിക്സിന്റെ വിജയ് ശനാശരനായിരുന്നു. ശനാശരൻ എവിടെ, നാട്ടിലെവിടെയായിരുന്നു നിങ്ങൾക്ക് മക്കളെ? ചെർപ്പളശ്ശേരി അല്ലെ, പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിക്കാരത്തെയാണ്. ഷംസുദ്ദീൻ കയുടെയും അതുപോലെ തന്നെ ഫൗസിയത്തയുടെയും മകളാണ്. നല്ല അടിപൊളി നോട്ട് ചെയ്തിട്ടുണ്ട്. സന, വലിയ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇന്നലത്തെ വിജയം നമ്മൾ എന്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ്. യെസ് നമ്മൾ പ്രഖ്യാപിക്കാണ്. യെസ്, നോക്ക്, G13 നിന്നുള്ള ഫാത്തിമ നഷയാണ് ഇന്നത്തെ വിജയം എന്ന് പറയുന്നത്. അതുപോലെ അപ്പൊ നാളെ നമ്മൾ അതിന്റെ പോസ്റ്റർ ഒക്കെ ഔട്ട് ചെയ്യും. നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ സ്റ്റാറ്റസ് വെക്കുക. അതോടൊപ്പം തന്നെ നല്ല നോട്ട് അടിപൊളി എഴുതി ഇതിന്റെ കൂടെ തന്നെ കട്ടക്ക് നിന്ന ആൾക്കാരാണ് അഫ്ലഹ്. ഗ്രൂപ്പ് 1 അഫ്ലഹ് ഉണ്ട്, സോലിഹ് ഉണ്ട് ഗ്രൂപ്പ് 15 ഫാത്തിമ ലുബാബ് ഉണ്ട് G11 അതുപോലെ മുഫ്സിൻ ഉണ്ട് G14 ദിയ ഫാത്തിമ ഉണ്ട് G12 അതുപോലെ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ എഴുതിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരുപാട് കുട്ടികൾ നോക്ക് നിങ്ങൾ. G13 ഫിദ ഉണ്ട്, നസീൽ ഉണ്ട്, ഹന്ന ഉണ്ട്, നിഷാന പാലക്കാട്, സൻഹ ഉണ്ട്, സി ഉണ്ട്, റിഫ്ന ഉണ്ട്, അഫ്ന ഉണ്ട്, നഷ ഉണ്ട്, റിഫ ഉണ്ട്, മിസ്ഫ ഉണ്ട്, അതുപോലെ തന്നെ ഹർഷിത അല്ലെ. ഇവരൊക്കെ G13 അറ്റൻഡ് ചെയ്ത ആൾക്കാരാ. G11 അറ്റൻഡ് ചെയ്ത ആൾക്കാർ മിസ്രിയ, ഹിദ, ലുബാബ, സാന ഷെറിൻ, ഷിർമീൻ, അതുപോലെ അനന്യ, മിൻഹ, ഇവരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? വലിയ സന്തോഷം. G11 നോട്ട് ചെയ്ത കുട്ടികളുടെ പേരും കൂടി കേൾക്കണ്ടേ? സനാഷെറിൻ, ഫാത്തിമ ലുബാബ, ഷെർമീൻ, ഇവര് നന്നായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ G13 എഴുതിയത് നിഷാന, ഫാത്തിമ നഷ, മിഷ്ഫ, അഫ്ന, ഇവരൊക്കെ നോട്ട് ചെയ്ത് അയച്ച ആൾക്കാരാണ്. മെന്റർമാർ സന്തോഷം അറിയിച്ചിട്ടുണ്ട് മക്കളെ. അതുപോലെ ദിയ ഫാത്തിമ, ഹസാന ഫാത്തിമ, സജ, ഇവർ G12 അയച്ച ആൾക്കാരാണ്. നോക്ക് നിങ്ങൾ. G14 അത് മിർഷ, അതുപോലെ റഫ്ന, മുർഷിദ, ഹൈഫ, അതുപോലെ മുഫ്സിന, ഇവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? വലിയ സന്തോഷം എല്ലാ മക്കൾക്കും നേരെയാണ്. അതുപോലെ
ഓരോ ബാച്ചിൽ റബി അലി, അസീല്, നിദാല്, റസല്, അജ്മല്, മുഹ്സിന്, അമന്, ഷഹബാസ് ഇവരൊക്കെ G1 നമുക്ക് നോട്ട് ചെയ്ത് അയച്ച ആൾക്കാരാണ്. അപ്പൊ മക്കളെ നാളെ ഒരുപാട് വേറെ കുട്ടികളുടെ പേര് G1 കുട്ടി G2 ആണ് വായിച്ചത്. G1 കുട്ടികൾ പറഞ്ഞു. ഇനി എന്ത് G15 ഒക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞു. ഏതായാലും G2 ഒക്കെ വായിച്ചു. വലിയ സന്തോഷം. മെന്റർമാരായിട്ട് എന്ത് ചെയ്യുക, സന്തോഷം പങ്കിടുക. നാളെ സോഷ്യലിന്റെ നോട്ട് അയക്കുക. ഓക്കെ, അപ്പൊ സിയോൾ എല്ലാവരെയും അടുത്ത ദിവസം അടുത്ത ജോഗ്രഫി ആയിട്ട് വരുന്നുണ്ട്. കട്ടക്കാട്ടനായിട്ട് നമുക്ക് അടിപൊളിയാക്കണം ക്ലാസ്. പക്ഷെ നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, നിങ്ങളെ കൂടെ പഠിക്കുന്ന ആർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അവരെ എജുമിയെ കുറിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കണം.